السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم اتقوا النار ولو بشق تمرة. صدق رسول الله. أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. أرحم الراحمين يا رب. ഞങ്ങളുടെ ഈ സദസ്സിനെ കബൂൽ ചെയ്യണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്തുള്ള സദസ്സാക്കണം റഹ്മാനെ. ബദ്രീങ്ങളുടെ പ്രത്യേകം നോട്ടമുള്ള സദസ്സാക്കണേ അല്ലാഹ്. ജീവിതകാലം മുഴുവനും ഇസ്സത്തും റാഹത്തും മനസ്സമാധാനവും ആഫിയത്തും നൽകണേ അല്ലാഹ്. നീ കണക്കാക്കിയ സമയം തീരുമ്പോൾ ഹുസ്നുൽ ഖാത്തിമ നൽകി സന്തോഷിപ്പിക്കണം റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അഭിമന്യരായ നമ്മുടെ ഈ മഹലിന്റെ നേതൃത്വം സയ്യിദ് കണ്ണവന്തങ്ങൾ, അല്ലാഹു നീ ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ക്ഷീണങ്ങളെല്ലാം മാറ്റി റാഹത്തിലാക്കണേ അല്ലാഹ്. ഇവിടുത്തെ ഉസ്താദ് അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് അവർകൾ, അസീസ് മിസ്ബായി അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ ആലിമീങ്ങളെ മുഴുവനും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പ്രിയ കൂട്ടുകാരൻ ലത്തീഫ് അർലെടുക്ക,
അതുപോലെ നിസാറാജി, ഹനീഫാജി അടക്കമുള്ള നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, ഈ നാട്ടുകാർ വലിയ ഭാഗ്യവന്മാരാണ്. ഭാഗ്യവന്മാരെന്ന് ഞാൻ പറയാൻ കാരണം അഭിമന്യ നേതൃത്വം കണ്ണബന്ധങ്ങൾ 3 ദിവസമായി ഇവിടെ തന്നെയാണ്. ഇന്നലെ കുറെ രാത്രി ഞാൻ ഇവിടുത്തെ ലൈവ് കണ്ടിരുന്നു. അപ്പോൾ തങ്ങൾ സദസ്സിലുണ്ട്. ഇന്നും നേരത്തെ തന്നെ ഇവിടെയുണ്ട്. ഒരുപക്ഷെ നാട്ടുകാരാകുന്ന നിങ്ങൾ എത്തുന്നതിലേക്ക് മുമ്പ് തന്നെ തങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിന്റെ പ്രസിഡന്റാണ്, എല്ലാമാണ്. അള്ളാഹു പൂർണ്ണമായുള്ള ആഫിയത്ത് നൽകി സന്തോഷം നൽകുമാറാകട്ടെ. നീട്ടി സംസാരിക്കുന്നില്ല. പരിപാടിയുടെ സമാപനമായി ഇന്ന് സ്വലാത്തും അസ്മാഉൽ ബദറെല്ലാം ചൊല്ലി ദുആയിൽ കടക്കുന്നതിന്റെ ഇടയിൽ ഒരു ഉത്ബോധനമുണ്ടല്ലോ, അതാണ് ഈ നടക്കുന്നത്. മുഖ്യപ്രഭാഷണം അല്ല. കുറെ നീട്ടി സംസാരിക്കാതെ ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് സമാപിക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഖൂ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം, അൻഫുസകും നിങ്ങളുടെ സ്വന്തം ശരീരങ്ങളെ, വഅഹ്ലീകും നിങ്ങളുടെ ഫാമിലികളെ. എന്തിനെയാ കാക്കേണ്ടത്? നാറാ, ആളിക്കത്തുന്ന അഗ്നികുണ്ഡാരം, നരകത്തിനെ തൊട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വിശദീകരണം മാത്രം പറഞ്ഞ് നമുക്ക് നിർത്താം. സ്വന്തം ശരീരത്തിനെയും തന്റെ ഫാമിലിയെയും നരകത്തിനെ തൊട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ ഞാൻ എന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, ഞാൻ മാത്രം നരകത്തിൽ കിടക്കാൻ പാടില്ല എന്ന ചിന്ത മാത്രം പോരാ. എന്റെ ഫാമിലിയെ കുറിച്ച് എനിക്ക് വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം പൂർണ്ണമായും നിർവഹിക്കുന്നവരാകണം. പരിശുദ്ധ ഖുർആനിൽ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ പൂർണ്ണ അധികാരം പുരുഷന്മാരുടെ കയ്യിലാണ്. അർരിജാലു ഖവ്വാമൂൻ, പുരുഷന്മാരാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കേണ്ടത്. അലൻ നിസാ, സ്ത്രീകളുടെ മേൽ. അപ്പൊ സ്ത്രീകളുടെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത് പുരുഷന്മാരോടാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചരക്കാണ്. ആ ചരക്ക് ഒറ്റയ്ക്ക് എവിടെയും വെക്കാൻ പറ്റൂല. അതിനെ കൊള്ളയടിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ സംരക്ഷണം കുട്ടിക്കാലത്ത് തന്റെ ബാപ്പയുടെ കയ്യിലാണ്, അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കയ്യിലാണ്. അവിടുന്ന് ഒരു ചെറുക്കനെ തേടിപ്പിടിച്ച് കല്യാണം കഴിച്ചു കൊടുത്താൽ എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഒരു പുതിയ പെണ്ണിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ
പുതിയാപ്പള ഖബിൽതു എന്ന് പറയുമ്പോൾ ഉപ്പാന്റെ കയ്യിൽ നിന്ന് ഉത്തരവാദിത്വം ഏറ്റെടുത്ത പുരുഷന്റെ പരിധിയിലേക്ക് നീങ്ങുകയാണ്. അതുകൊണ്ടാണ് സലഫു സ്വാലിഹീങ്ങൾ ചരിത്രം വായിക്കുമ്പോൾ കാണാം, പഴയകാലത്ത് കല്യാണത്തിന്റെ വേദിയിലിരിക്കുന്ന പുതുമാരൻ, ആ പുതുമാരൻ പെണ്ണിന്റെ ബാപ്പ പെണ്ണിനെ ഏൽപ്പിച്ചു. ഖബിൽതു നികാഹ എന്ന് പറയുമ്പോൾ ആ ചെറുക്കന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒലിക്കുകയാണ്. എന്തിനാണ് ഇത് സന്തോഷവേളയിൽ കരയുന്നത്? നമ്മളൊക്കെ കിട്ടിപ്പോയി എന്ന ചാൻസ് കൊണ്ട് വല്ലാത്ത ചിരിയിലാണ്. ഇതിന്റെ ബാക്കിൽ നടക്കാൻ തുടങ്ങി 4-5 കൊല്ലായി. കിട്ടിപ്പോയത് തന്നെ. ദുനിയാവിൽ വേറൊരു സാധനം ഇല്ലാന്ന് വിചാരിക്കണം. നേരെ മറിച്ച് മുഅ്മിനീങ്ങൾ ഖബിൽതു നികാഹ എന്ന് പറയുമ്പോൾ കരഞ്ഞ ചരിത്രമാണ് മുഗാമികൾ രേഖപ്പെടുത്തി വെക്കുന്നത്. എന്താണ് അവർ കരയാനുള്ള കാരണം? അവൻ ചിന്തിക്കുന്നു, ഞാൻ ഇതുവരെ ഒറ്റക്കായിരുന്നു, എനിക്കിതുവരെ എന്റെ കാര്യം മാത്രം ചിന്തിച്ചാൽ മതിയായിരുന്നു, ഇനി എനിക്ക് എന്റെ കാര്യം മാത്രം ചിന്തിച്ചാ പോരാ. ആ ബാപ്പ ആ പെണ്ണിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം എന്റെ കയ്യിലാണ് ഏൽപ്പിക്കപ്പെട്ടത്. ഈ പെണ്ണ് നേരായ വഴി തെറ്റി സഞ്ചരിക്കുകയാണെങ്കിൽ ഉത്തരവാദി ഞാനാ. പരിശുദ്ധ ഖുർആൻ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടെ ഫാമിലികളെയും നരകത്തിനെ തൊട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിച്ചത് കാണാം. യഖൂലു സുബ്ഹാനഹു വതആല, അല്ലാഹു തആല നിങ്ങളുടെയും ഫാമിലിയെയും നരകത്തിനെ തൊട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതിന്റെ മഅന മഹാന്മാർ രേഖപ്പെടുത്തുകയാണ്. അദ്ദിബൂഹും വഅല്ലിമൂഹും, നിങ്ങൾ എപ്പോഴും സ്വന്തം ശരീരത്തിനും നിങ്ങളുടെ ഫാമിലിക്കും നല്ല അദബ് പഠിപ്പിക്കണം. ആ അദബ് എല്ലാ വിജയത്തിന്റെയും അടയാളമാണ്. സ്വന്തം ശരീരത്തിനും അദബ് പഠിപ്പിക്കണം, തന്റെ ഫാമിലിക്കും അദബ് പഠിപ്പിക്കണം. തന്റെ ഭാര്യയോട്, തന്റെ മക്കളോട് എല്ലാ മര്യാദകളും ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണം. അദബുള്ളവരായി തീരണം. ഫാമിലികൾ മുഴുവനും അദബുള്ളവരായി തീരണം. ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ വലിയവരെ ബഹുമാനിക്കാനും ചെറിയവരോട് കൃപ കാണിക്കാനും അതേ ഫാമിലിയെ പഠിപ്പിക്കണം. ഉമ്മയെ ബഹുമാനിക്കേണ്ടതെങ്ങനെ, ബാപ്പയെ ബഹുമാനിക്കേണ്ടതെങ്ങനെ, ഭർത്താവിനോട് പെരുമാറേണ്ടതെങ്ങനെ, വീട്ടുകാർക്ക് സ്വന്തം വീട്ടുകാരും പഠിപ്പിച്ചു കൊടുക്കണം. അതുപോലെ ഏതെല്ലാം മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ടോ അത് മുഴുവനും തന്റെ ഫാമിലിക്ക് പഠിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നു, നിന്റെ ശരീരത്തിനെയും നിന്റെ ഫാമിലിയെയും നരകത്തിന് തൊട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ അദ്ദിബൂഹും വഅല്ലിമൂഹും, അവർക്ക് നല്ല മര്യാദ പഠിപ്പിക്കണം, അവർക്ക് നല്ല ദീൻ പഠിപ്പിക്കണം. അല്ലിമൂഹും, നിങ്ങൾ അവർക്ക് ദീൻ പഠിപ്പിക്കണോ. അതുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷിതാക്കളോട് പറയട്ടെ, നമ്മുടെ ഫാമിലിയാണ് നമ്മളെ ഭാര്യ, നമ്മളെ മക്കള്. ആ ഭാര്യ നല്ല അറിവുള്ള ഭാര്യയായി തീരണം. അവർക്ക് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. നമ്മളെ മക്കളെ നല്ല മക്കളായി വളർത്തണം. അവർ ദീനിന്റെ അറിവുള്ള മക്കളാകണം. നല്ല ഖുർആനും അമലിയാത്തും അഖ്ലാഖും ദീനിയാത്തും നന്നായി പഠിക്കുന്ന മക്കളായി തീരണോ. അങ്ങനെ പഠിച്ച് 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 ആ പഠനം അനുസരിച്ച് പ്രവർത്തിക്കുന്ന നല്ല മക്കളാകണം. ഓ അൻഫുസകും വഅഹ്ലീകും നാറാ,
നിന്റെ ശരീരത്തിനെയും ഫാമിലിയെയും നരകത്തിന് തൊട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ അല്ലാമ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ പറയുന്നു അല്ലിമൂഹും വഅദ്ദിബൂഹും, നല്ല അദബുള്ള മക്കളാകണം, നല്ല അദബുള്ള അച്ചടക്കമുള്ള ഭാര്യയാകണം. അതറിയില്ല പോയെ, അത് മുഹമ്മദിന്റെ വള വളരെ കോലം കണ്ട. ഞാൻ ഉദാഹരണം പറഞ്ഞ പഠിച്ചോ, ഏത് മുഹമ്മദിനെ സൂചിപ്പിച്ച് പറഞ്ഞതല്ല, ഒരു ഉദാഹരണം പറഞ്ഞ അല്ലേ. നല്ല അദബുള്ള ഭാര്യമാരാകണം, അദബുള്ള മക്കളാകണം, അറിവുള്ള ഭാര്യമാരാകണം, അറിവുള്ള മക്കളാകണം. അതിനർത്ഥം അറിയാത്ത ഭാര്യനെ തലാക്കിയിട്ട് അറിയുന്നതിനെ കെട്ടണമെന്നല്ല. ഇനി പുതിയ മംഗലത്തിന് ഒരുങ്ങാൻ നിൽക്കണ്ട. ഉള്ള ഭാര്യമാരെ അറിവുള്ള ഭാര്യമാരാക്കണം. അതെങ്ങനെ അറിവുള്ള ഭാര്യമാരാക്ക? സുബ്ഹാനല്ലാഹ്, നമ്മളെ ഇവിടെ എത്ര സൗകര്യമാണ് അതിനുള്ളത്. വന്യരായ ഉസ്താദിനെ കൊണ്ട് ആഴ്ച ക്ലാസ്, 15 ദിവസത്തിൽ പെണ്ണുങ്ങൾക്കൊരു ക്ലാസ്. എന്തായിരിക്കും ആ ക്ലാസിന്റെ രസം? ഇങ്ങനെ ചിന്തിച്ചു നോക്കി നിങ്ങള്. സുബ്ഹാനല്ലാഹ്, പെണ്ണുങ്ങൾക്കൊരു ക്ലാസ്. ആ ക്ലാസ്സിലൂടെ നമ്മൾ പെണ്ണുങ്ങൾ നല്ല അറിവുള്ള ഉമ്മമാരായി തീരണം. ഈ പരിസരത്തുള്ള പഴയകാല ഉമ്മമാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. 40 ദിവസത്തെ വഅല് കേട്ട ഈ നാട്ടിലെ ഉമ്മമാർ, 40 ദിവസത്തെ വഅല് കേട്ട ഈ നാട്ടിലെ ഉമ്മമാർ, അത് 40 മൊയിലാരെ കൊണ്ടുള്ള വേദല്ല. ഒരൊറ്റ മൊയിലാര് 40 ദിവസം വഅല് പറഞ്ഞൊരു കാലുണ്ട്. സുബ്ഹാനല്ലാഹ്, അന്ന് നിസ്കാരം എന്ന വിഷയം വെച്ചാല് മാർക്കിരിക്കുന്ന അവിടുന്ന് തുടങ്ങിയിട്ട് ഉദൂലൂടെ കടന്നു വന്നിട്ട് കുളിച്ച് ഫ്രഷായി നജസിനൊക്കെ കാത്തു സൂക്ഷിച്ച് നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് 40 ദിവസം കഴിയുമ്പോൾ നിസ്കാരത്തിന് സലാം വീട്ടിയിട്ട് ദുആർന്ന് പിരിയുന്ന വഅല്. അതൊക്കെ കേട്ട പഴയകാല ഉമ്മമാർ നമ്മുടെ നാട്ടിലില്ലേ സുഹൃത്തുക്കളെ? ഇന്നതാ 3 ദിവസത്തെ വഅലും 3 ദിവസത്തെ വഅലും 10 വഅലമാരും. വഅല് 3 ദിവസം, വഅലമാര് 10 ആളാ. ഒരു ദിവസത്തിന് ഉദ്ഘാടനം, ആമുഖം, പ്രസംഗം, മുഖ്യപ്രഭാഷണം. എന്തെങ്കിലും പഠിക്കാനുണ്ടോ, പറയാനുണ്ടോ? ഒന്നുമില്ല. ആർക്ക് പറയാനുമില്ല, പഠിക്കാനുമില്ല, കേൾക്കുന്നവർക്ക് അതുമില്ല. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് മാറണം. നല്ല ആഴ്ച ക്ലാസുകൾ സ്ത്രീകൾക്ക് സംഘടിപ്പിക്കണം. അങ്ങനെ ഉമ്മമാരെ നല്ല അറിവുള്ളവരാക്കി മാറ്റണം. നമ്മളെ മക്കള് നല്ല അറിവുള്ള മക്കളാകണോ. നല്ല സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നല്ല മദ്രസ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മദ്രസ നല്ലതാണ്, ബിൽഡിംഗ് നല്ല ബിൽഡിംഗ് ആണ്, ഉസ്താദുമാരൊക്കെ നല്ല ഉസ്താദുമാരാണ്. പക്ഷേ നമ്മളെ മക്കൾക്ക് പഠിക്കാൻ സമയമില്ല. 7 മണിക്ക് മദ്രസ തുടങ്ങും, 7:50 ആകുമ്പോ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ സ്കൂളിന്റെ ബസ് വരും, 9 മണിക്ക് മദ്രസയും വിടും. അവസാനം ഉസ്താദിന്റെ ബെല്ലടിച്ച് സലാത്തിൽ പിരിയുന്ന രംഗമാ. അതിനു മുമ്പ് തന്നെ മക്കളൊക്കെ ഇറങ്ങിപ്പോയി, പഠിക്കാനുള്ള തിരക്കാണ്. പക്ഷേ അവർക്ക് ഖുർആൻ പഠിക്കാൻ സമയമില്ല, ദീനിയാത്തും അമലിയാത്തും പഠിക്കാൻ സമയമില്ല, അഖ്ലാഖും തജ്വീദും പഠിക്കാൻ സമയമില്ല. ഇതല്ലേ നമ്മളെ മദ്രസകളൊക്കെ ഈ നിലക്ക് അസ്തമിച്ചു പോകുകയാണ്. നരകത്തിനെ തൊട്ട് മക്കളെ കാക്കണം, ഫാമിലിയെ കാക്കണം. അല്ലാമ ഇബ്നു കസീർ പറയുന്ന അർത്ഥമാണ് അദ്ദിബൂഹും വഅല്ലിമൂഹും. അവർക്ക് നല്ലോണം അദബ് പഠിപ്പിക്കണം, നല്ലോണം അറിവ് നൽകണം. അതിന് രക്ഷിതാക്കൾ ഉണരണം. ഉപ്പമാരെ, നമ്മളും ഒരൽപ്പം അദബുള്ളവരാകണം, നമ്മളും ഒരൽപ്പം അറിവുള്ളവരാകണം. ദീനി വിജ്ഞാനം എവിടെ നിന്നാണോ കിട്ടുന്നത് അത് പറക്കിയെടുക്കാൻ നമ്മൾ മുമ്പോട്ട് വരണം. അല്ലാഹ് നീ ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ഇത് ഒരു അർത്ഥമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്. എന്നാൽ അല്ലാമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ആയത്തോതി വേറെ ഇന്ത്യൻ തഫ്സീറുകൾ പറയുന്നത് കാണാം. ഓ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടെ ഫാമിലിയെയും നരകത്തിന് തൊട്ട് സൂക്ഷിക്കണമെന്ന് പറയുമ്പോൾ യഖൂലു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, ഇഅ്മലൂ ബിതാഅത്തില്ലാഹി വത്തഖൂ മഅസിയല്ലാഹ്.
നിങ്ങളും ഫാമിലിയും നരകത്തിന് തൊട്ട് കാക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? നിങ്ങൾ അള്ളാഹ്ക്ക് താഅത്ത് ചെയ്യണം, നിങ്ങൾ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യണം. ഇബാദത്തിലൂടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണോ? ഇഅ്മലൂ ബിതാഅത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് താഅത്ത് ചെയ്യുന്നവരാകണം, അല്ലാഹ് പറഞ്ഞൊരു ജീവിതത്തിൽ പകർത്തുന്നവരാകണം. വത്തഖൂ മഅസിയല്ലാഹ്, അല്ലാഹ് വിരോധിച്ച തെറ്റുകളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണോ? കൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്യണോ? വിരോധിച്ച കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണോ? അങ്ങനെ റബ്ബിന്റെ പൊരുത്തത്തിലായി ജീവിക്കുമ്പോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. തീർന്നില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുറൂ അഹ്ലീകും ബിദ്ദിക്ർ, നിങ്ങൾ നിങ്ങളെ ഫാമിലിയോട് ദിക്ർ ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കണോ? മുറൂ അഹ്ലീകും ബിദ്ദിക്ർ, നിങ്ങളെ ഫാമിലിയോട് ദിക്ർ ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കണോ? ഓ സുഹൃത്തുക്കളെ, നമ്മളെ ഫാമിലിയോട് ദിക്ർ ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കണോ? ആരാ പറയുന്നത്? നരകത്തിന് തൊട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് ആയത്ത് വിശദീകരിച്ചുകൊണ്ട് റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ മുഅ്മിനീങ്ങളെ, നിങ്ങളെ ഫാമിലിയോട് ദിക്ർ കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണോ? അങ്ങനെ റബ്ബിന്റെ താഅത്തിലായി ജീവിച്ച് അല്ലാഹ് വിരോധിച്ചൊരു ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി നിങ്ങൾ ദിക്റിന്റെ ആൾക്കാരായി മാറിയാൽ യുൻജീകുമുല്ലാഹു മിനന്നാർ, അല്ലാഹ് നിങ്ങളെ നരകത്തിന് തൊട്ട് കാത്തു സൂക്ഷിക്കുന്നതാണ്, നരകത്തിൽ നിന്ന് അല്ലാഹ് നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹ്ക്ക് തഖ്വ ചെയ്യണം, അല്ലാഹ് വിരോധിച്ചത് കൈയൊഴിക്കണം, ഫാമിലിയോട് ദിക്ർ കൊണ്ട് കൽപ്പിക്കണം. അല്ലേ? ഫാമിലിയോട് ദിക്ർ കൊണ്ട് കൽപ്പിക്കുക. കണ്ണവതങ്ങള് കുറെ കൊല്ലം മുമ്പ് ഞാൻ അവിടുത്തെ വീട്ടിലൊരു ദിവസം പോയപ്പോ മക്കളോട് ഒരു ദിവസം പറയുന്ന കേട്ട്, ആരാ കത്ത് തീർക്ക, ഒരു കത്തത്തിന് 1000 രൂപ. മക്കളോട് ഞാൻ ഇതും ഞാനും പഠിച്ചു. ഞാനിപ്പോ റമദാൻ വരുമ്പോ എന്റെ മക്കളോട് പറയും, ഒരു കത്തത്തിന് 1000 രൂപ. എന്റെ മോള് 3 കത്ത് മതി, ചെറിയ മോൻ 5ാം ക്ലാസ് പഠിക്കുന്ന മോൻ 2 കത്ത് മതി. 1000 രൂപ കൊടുത്താൽ നഷ്ടമുണ്ടോ? എവിടെയും പോയി കളിക്കുന്ന മക്കളല്ലേ. അങ്ങനെ അതിനും കഴിയാത്ത ചെറിയ കുട്ടികളാകുമ്പോ എത്ര മന ദിക്റിന്ന് 10,000 ദിക്റിയല്ലേ 1000 രൂപ. നമുക്കൊരു 1000 രൂപ അയക്കൂറ കിട്ടുന്നത് അത് വേറെ വിഷയമാണ്. ഇന്നൊരു അയക്കൂറൊക്കെ ഇപ്പൊ ഞാൻ അയക്കൂറൊക്കെ വിലയാക്കി 2000 രൂപ എന്നോട് പറഞ്ഞു. ഞാൻ വിട്ടിട്ട് വന്നതാ. ഒരു അയക്കൂറ പോലും കിട്ടാതെ ഒരു 1000 രൂപ മക്കളോട് അങ്ങനെ ദിക്ർ കൊണ്ട് കൽപ്പിക്കണം, അങ്ങനെ പ്രോത്സാഹനം കൊടുക്കണം. അല്ലേ? മക്കളോട് ഞമ്മന്റെ പ്രോത്സാഹനം കൊടുക്കാം. മോനെ 5ാം ക്ലാസ്സിൽ A+ മൊബൈൽ, നിങ്ങൾക്ക് മൊബൈൽ വാങ്ങിത്തരാ. ദിക്ർ നമുക്ക് വേണ്ട, ഖത്തബ് നമുക്ക് വേണ്ട, നല്ല മൊബൈൽ വാങ്ങിത്തരാ. ഈ ഗുരുത്തം കൊട്ടോ നോക്കി നോക്കി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി. അല്ലേ? നമ്മളാ നിലക്ക് ദിക്റിന് പ്രേരിപ്പിക്കണം നമ്മളെ മക്കളെ. അതിനെന്താ ചെയ്യേണ്ടത്? നീ ചെല്ലു എന്ന് പറഞ്ഞാൽ ചെല്ലൂല. മോനെ ദിക്ർ ചെല്ലിയാൽ ഇന്ന് വൈകുന്നേരം ഐസ്ക്രീം കൊണ്ടുവരാ. നമുക്ക് ഐസ്ക്രീം ആവാനൊന്നുമില്ല. അങ്ങനെ ദിക്റിലേക്ക് മക്കളെ പ്രേരിപ്പിക്കണോ? അങ്ങനെ പതിവാക്കിയാൽ പിന്നത് ശീലമായി മാറുന്നതാണ്. സ്വലാത്തിന് മക്കളെ പ്രേരിപ്പിക്കണം. മുറൂ അഹ്ലീകും ബിദ്ദിക്ർ, നിങ്ങളെ ഫാമിലിയെ ദിക്ർ കൊണ്ട് കൽപ്പിക്കണോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലാഹുവിലേക്ക് നിങ്ങൾ തഖ്വ ചെയ്യണം. പോരാ, തെറ്റിൽ നിന്ന് മാറി നിൽക്കണം, ദിക്ർ കൊണ്ട് കൽപ്പിക്കുന്നവരാകണോ? സുബ്ഹാനല്ലാഹ്. ഇനി എത്രയാണ് മഹാന്മാര് രേഖപ്പെടുത്തുന്നത് കണ്ടില്ലേ? ബഹുമാനപ്പെട്ട അല്ലാഹു റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയ തഫ്സീർ കാണാം. ഹഖ്ഖുൻ അലൽ മുസ്ലിമി അൻ യുഅല്ലിമ അഹ്ലഹു മിൻ ഖറാബതിഹി വഇമാഇഹി വഅബ്ദിഹി മാ ഫറദല്ലാഹു അലൈഹിം വമാ നഹാഹുമുല്ലാഹു അൻഹു. മഹാന്മാര് തഫ്സീർ എഴുതി വെക്കുകയാണ്, നരകത്തിന് തൊട്ട് രക്ഷപ്പെടാൻ വഴി കണ്ടെത്തണമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഹഖ്ഖുൻ
അലൽ മുസ്ലിം, ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് അയ്യുഅല്ലിമ അഹ്ലഹു, തന്റെ ഫാമിലിക്ക് ഇൽമു പഠിപ്പിക്കണം. ആരാണ് ഫാമിലി? മിൻ ഖറാബതിഹി, തന്റെ കുടുംബക്കാർ, വഇമാഇഹി, തന്റെ ബടുവത്തിമാര്, അടിമയുടെ കാലത്തെ കുറിച്ച് പറഞ്ഞതാണ്. വഅബീദിഹി, തന്റെ അടിമകൾ, തന്റെ അടിമത്തികളാകുന്ന പെണ്ണുങ്ങള്, അതുപോലെ തന്റെ കുടുംബക്കാര്. എന്താണ് അവർക്ക് പഠിപ്പിക്കേണ്ടത്? മാ ഫറളല്ലാഹു അലൈഹിം, അല്ലാഹു ഫർളാക്കിയ സംഗതികളെ പഠിപ്പിക്കണം. വമാ നഹാഹും അൻഹു, അല്ലാഹു വിരോധിച്ചതിനെ തൊട്ടവരെ വിരോധിക്കണം. ഇതാണ് നരകത്തിന് തൊട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ, ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതായാലും നമ്മളെ മക്കള്, നമ്മളെ സ്വന്തം ശരീരത്തിന് നരകത്തിൽ നിന്ന് സൂക്ഷിക്കണോ? ഫാമിലിയെ നരകത്തിന് തൊട്ട് സൂക്ഷിക്കണോ? അപ്പൊ എനിക്ക് എന്റെ മക്കളെ കുറിച്ചൊരു കടപ്പാടുണ്ട്, എന്റെ ഭാര്യയെ കുറിച്ചുള്ള കടപ്പാടുണ്ട്. ആ ഭാര്യന്റെ കാര്യം ശ്രദ്ധിക്കൽ എന്റെ ബാധ്യതയാണ്, എന്റെ മക്കളെ ശ്രദ്ധിക്കൽ എന്റെ ബാധ്യതയാണ്. അവരെല്ലാം നരകത്തിൽ പോട്ടെ, എനിക്ക് സ്വർഗത്തിൽ കിടക്കാമെന്ന ചിന്ത വേണ്ട. ഫാമിലിയോട് വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോ ഞാൻ രാവിലെ തഹജ്ജുദിന് എഴുന്നേറ്റാൽ, ഞാൻ തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ടായി സുബഹി ബാങ്ക് കൊടുത്തത് പിന്നെ പോയിട്ട് ഭാര്യനെ വിളിക്കാം, അത് പറ്റൂല, അത് പറ്റൂല. തഹജ്ജുദിന് വിളിക്കണം. ഞാൻ തഹജ്ജുദിന് എഴുന്നേറ്റാൽ എൻ്റെ ഭാര്യയെ തഹജ്ജുദിന് വിളിക്കണം. അത് ഞമ്മല്ലല്ലോ എണിക്കുന്ന ഓറല്ലേ, ഞമ്മിനെ വയ്യല്ലോ എണിക്കാറ്. എന്നാ പെണ്ണുങ്ങൾ തഹജ്ജുദിന് എഴുന്നേറ്റാൽ പെണ്ണുങ്ങൾ വിചാരിക്കും അയാൾ രാത്രി ഇങ്ങനെ കഷ്ടപ്പെട്ട് കേടുന്നോ, ജോലി കഴിഞ്ഞിട്ട് പിന്നെ കടന്നല്ലോ, ഒരു 6 മണിയാകുമ്പോൾ വിളിക്കാം. ഏവള ചിന്ത ശരിയല്ല. നീ തഹജ്ജുദിന് എണിക്കുന്നുണ്ടോ, നിന്റെ ഭാര്യനെ തഹജ്ജുദിന് വിളിക്കണം. നീ ദുഹാ നിസ്കരിക്കുന്നുണ്ടോ, നിന്റെ ഭാര്യനെ കൊണ്ട് ദുഹാ നിസ്കരിപ്പിച്ച ഭർത്താവിനെ കൊണ്ട് ദുഹാ നിസ്കരിപ്പിക്കണോ? നീ എന്തൊക്കെ ഖുർആൻ ഓതുന്നുണ്ടോ, നിന്റെ ഭർത്താവിനെ കൊണ്ട് ഖുർആൻ ഓതിപ്പിക്കണോ? സുബ്ഹാനല്ലാഹ്. ഞാനൊരു വീട്ടിൽ പോയി, നമ്മൾ ഈ പരിസരത്ത് തന്നെ. അപ്പൊ ഭർത്താവും ഒരാളിങ്ങനെ പൊരല് കയറിയിട്ട് എന്തോ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ആരൊരാൾ വന്നിട്ട് സംസാരിച്ചിട്ട് അത് ഗീബത്തിലേക്ക് എത്തി. ആ ഗീബത്തിലേക്ക് എത്തുമ്പോൾ മെല്ലെ അപ്പുറത്തെ ഡോറിന്റെ അടുക്കുന്ന ഭാര്യ നോക്കി ഭർത്താവിനോട് മുണ്ടിട്ടെങ്കില് എന്തേ ഇയാൾ തുടങ്ങിയത് ഗീബത്ത് പറയാൻ തുടങ്ങിയതാണ്. ഭാര്യ അവിടെ വായ്പൊത്ത് മുണ്ടിറാങ്ങായാല. അപ്പൊ ഞാൻ ഇതിനെ കഴിഞ്ഞ ശേഷം ഭർത്താവിനെ വിളിച്ച് ഭാര്യ ഇങ്ങനെയാക്കി പറഞ്ഞു, എന്നെ വായി തുറക്കാൻ പെടുന്നില്ല അവള്, ഗീബത്ത് പറയാൻ വിടാല അവള്, നമീമത്ത് പറയാൻ വിടാല അവള്. ഞാൻ പഠിച്ചോനെ, ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണാണ് കിട്ടിയിട്ടെങ്കിൽ പഠിച്ചോനെ, ഞാൻ നേരായി പൊട്ടി അല്ലേ, അങ്ങനത്തെ ഒരു പെണ്ണ് എനിക്ക് കിട്ടിപ്പോയി, ഞാൻ നേരായി പോട്ടെ, എനിക്ക് പണി എന്നെ ഗീബത്ത് പറയുന്നു, നമീമത്ത് പറയുന്ന പണിയാണ്, സമയം കിട്ടുന്നില്ല. എന്നാലും അല്ലേ നമ്മളവസ്ഥ അങ്ങനെയല്ലേ? നമ്മളെന്ന തിന്മയിൽ തടിയുന്നൊരു ഭാര്യ നമുക്ക് കിട്ടിയ, അതുകൊണ്ടല്ലേ അദ്ദുന്യ കുല്ലുഹാ മതാ വഖൈറു മതാഇദ് ദുനിയ അൽ മർഅതു സ്വാലിഹാ. ദുനിയാവ് ചരക്കല്ലേ, അതിൽ ഏറ്റവും വലിയ ചരക്ക് സ്വാലിഹത്തായ പെണ്ണാ. ഏതാ സ്വാലിഹത്തായ പെണ്ണ്? ഭർത്താവ് തിന്മയിലേക്ക് പോകുമ്പോൾ ഭർത്താവിന്റെ തിന്മയിൽ നിന്ന് തടഞ്ഞ് ഭർത്താവിന്റെ നന്മയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന ഭാര്യ. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ നിലക്ക് നല്ല അതവുള്ള ഭാര്യമാരും അതവുള്ള മക്കളുമാകണോ? അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കല്യാണം കഴിച്ചപ്പോ കിട്ടിപ്പോയി എന്ന ചിന്തയല്ല പഴയ മനുഷ്യന്മാർ ചിന്തിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് എന്താണ്? എന്റെ ഉത്തരവാദിത്വം കൂടിയെന്നാണ്, എന്റെ ഡ്യൂട്ടി കൂടിയെന്നാണ്. ഇതുവരെ എനിക്ക് സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാ മതി, ഇനി സ്വന്തം കാര്യം ചിന്തിച്ചാ പോരാ, എനിക്ക് എന്റെ ഭാര്യന്റെ കാര്യം കൂടി ചിന്തിക്കേണ്ടതുണ്ട്. പെണ്ണിന്റെ ഉത്തരവാദിത്വം പുരുഷന്റെ കയ്യിലാണ്. ഒരാളെ കയ്യിൽ ഉത്തരവാദിത്വം കൊടുക്കുമ്പോ പെണ്ണിന്റെ പവർ കുറക്കല്ല, അത് കൂട്ടല. പെണ്ണേ എന്നെ നോക്കാൻ എപ്പോഴും ആളുണ്ട് കേട്ടോ. ഓ അത് ശരി, അപ്പൊ ഞാൻ വലിയ പവറുള്ള ആളല്ലേ, എനിക്ക് എപ്പോഴും സെക്യൂരിറ്റി കൂടെയുണ്ട്. അതവരെ പവർ കൂട്ടല, കുറക്കലല്ല, വലിയ പവറാ. നേരെ മറിച്ച് പുരുഷന്മാരോട് പറഞ്ഞോ, ആണുങ്ങളെ നിങ്ങളെ ഉത്തരവാദി ഇന്നാളെ കയ്യിലെന്ന് പറഞ്ഞോ, ഇല്ല. അതുകൊണ്ട് നമുക്ക് ലിമിറ്റ് ഇല്ലല്ലോ, ഏതൊക്കെ പോകുന്നു ഏതൊക്കെ വരുന്ന ലിമിറ്റ് ഇല്ല, നമ്മളെ പിടിച്ചു വെക്കാൻ ആളില്ല. സ്ത്രീകൾക്ക് വലിയ പവറാ. ആ ഉത്തരവാദിത്വം പൂർണ്ണമായി നിർവഹിക്കുന്നവരാകണം.
ഉത്തരവാദിത്വം നിർവഹിക്കൽ എങ്ങനെ? നമ്മളെ ഞാൻ കൈവീശുമ്പോ നോക്കണോ, ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയ ഒരു പുര കാണാം. ആ പുരയില് ഒരു ബെത്തമുണ്ട്, ബെത്തം നമ്മളെ ചൂരലുണ്ട്. ആളെ പേരൊന്നും പറയില്ല, നമ്മളെ നാടന്നല്ലേ. അവിടെ ഒരു ചൂരലുണ്ട്. ഞാനൊരു ദിവസം പോയപ്പോ ചോദിച്ചു, എന്നൊരു ചൂരൽ പേര് പറഞ്ഞു തന്നെ ചോദിച്ചു, പേര് പറയൂല. ആ ചൂരലെന്ന് ചോദിച്ചു, അത് ഉള്ളത് കൊണ്ട് ഇവിടെ നേരെ ഉണ്ട് ഉസ്താദ്, ഇല്ലെങ്കിൽ അവസ്ഥ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു. നോക്കുമ്പോ പോത്തിന് തയ്ക്കും പോലെ തയ്ക്കുന്ന പരിപാടിയായി. അയാൾ കീഴിന്റെ അടുത്ത് തന്നെ ഇങ്ങനെ പോയി അങ്ങനെ ഭയങ്കര പോത്തിന് തയ്ക്കും പോലെ തയ്ക്കുന്ന ഇയാൾ ഭാര്യ ബെത്തം അവിടെ മുമ്പിൽ വെച്ചിട്ട് അത് ഉള്ളത് കൊണ്ട് ഇവിടെ നേരെ ഉണ്ട് ഉസ്താദെ. അവർ അയാളോട് ചോദിച്ചു, എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഭാര്യമാർക്ക് അടിക്കും? ഉസ്താദ് പുരുഷന്മാരെ കയ്യിലല്ലോ ഉസ്താദെ പെണ്ണിന്റെ അധികാരം. ഇയാള് വേദം കിട്ടുന്നല്ലോ, പുരുഷന്മാരെ കയ്യിലല്ലോ പെണ്ണിന്റെ അധികാരം. ആരാ അധികാരം കൊടുത്തത്? പെണ്ണിക്കടിക്കാൻ ഏതെങ്കിലും പുരുഷനിക്ക് അധികാരം കൊടുത്തോ? എവിടെയാ അതെവിടെയാ ഉള്ളത്? പെണ്ണിക്കടിക്കാൻ പുരുഷന്മാർക്ക് അധികാരമോ? സുബ്ഹാനല്ലാഹ്, അതെവിടെയാ പറഞ്ഞ അങ്ങനെ അധികാരം? അതാരും പറഞ്ഞിട്ടില്ല. എന്നാ പറഞ്ഞ ശൈലി ഉണ്ടത് അങ്ങനെയല്ല, അത് വേറെ ശൈലിയാ. അത് ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഭാര്യയും ഭർത്താവും അതാ പരസ്പരം പിണക്കത്തിന്റെ വക്കിലെത്തുന്നു എന്ന് കണ്ടാൽ എന്താണ് ഇവിടെ ഭർത്താവ് ആദ്യമായി ചെയ്യേണ്ടത്? അത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു ഭാര്യയും ഭർത്താവും പിണക്കത്തിന്റെ വക്കിലേക്ക് എത്തുന്നു എന്ന് കണ്ടാൽ അവിടെ ഭർത്താവിന് ചില കാര്യങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇസ്ലാം ഭർത്താവിനോട് പറയാണ്, നീ ആ ഭാര്യക്ക് നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കണോ. എന്തെങ്കിലും പിണക്കത്തിന്റെ ചില അടയാളങ്ങൾ കാണുന്നുവെങ്കിൽ നീ ഭർത്താവാകുന്ന നീ എന്റെ ഭാര്യക്ക് നല്ല വാല് പറഞ്ഞു കൊടുക്കണോ. അടിക്കണോ നല്ല ഖുർആൻ പറയുന്നത്, നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കണമെന്നാണ്. ഹനീഫാജി പണക്ക് നാളെ വിളിക്കുന്നോ നമുക്ക് വാല് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ? അയാൾ വീട് അടിച്ചിട്ട് പോയിട്ട് അവിടെ കടന്നു തുടങ്ങി വേദ പറയാൻ നിൽക്കുന്ന 10 മണിക്ക് പോകുന്നു, സുബഹിക്ക് 6 മണിക്ക് അടിച്ചത് അതിനിടയ്ക്ക് എപ്പോൾ വേദ അറിയുന്നത്? ഇനി വേദ പറയണമെങ്കിൽ സബ്ജക്ട് നോക്കണ്ടേ? ഇപ്പൊ വേദ കിതാബെല്ലാം നോക്കണ്ടേ? കുറച്ചേ വേണ്ട, ഒന്നും വേണ്ട, ഒരു വേദം വേണ്ട. ഇനി അയാളെ മൈക്ക കൂക്കാൻ കണ്ട ഒക്കെ വേദം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ചുണ്ടിൽ നിന്ന് ചെവിടിലേക്ക് മന്ത്രിക്കുന്ന മന്ത്രവേല, ചുണ്ടിൽ നിന്ന് ചെവിടിലേക്ക് മന്ത്രിക്കുന്ന വേദ തന്റെ ഭാര്യയോട് പറയേണ്ട വേദ. എന്താ വേദ? ഞാൻ ഭർത്താവാണ്, നീ ഭാര്യയാണ്, നമ്മൾ ഒന്നിച്ച് നല്ല നിലക്ക് കഴിയേണ്ടവരാ എന്നുള്ള നല്ല ഉപദേശം തന്റെ ഭാര്യയുടെ ചെവിടിൽ എപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഉപദേശം ദിവസങ്ങളോളം പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഉപദേശം പറഞ്ഞു കൊടുത്ത് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല എന്ന് കണ്ടാൽ രണ്ടാമതെന്താണ് ഖുർആൻ പറയുന്നത്? ഖുർആൻ രണ്ടാമത് പറയുന്നു, കിടപ്പറ ഒന്ന് മാറി താമസിക്കണോ. കിടപ്പറ മാറി താമസിക്കുക. രാത്രി കിടക്കുമ്പോൾ കടപ്പറയിൽ മാറി താമസിക്കുന്നു. അവള് താഴെ അവന് മീതെ, അല്ലെങ്കിൽ അവള് മീതെ അവൻ താഴെ. കടപ്പറയിൽ മാറി താമസിക്കുന്നു എന്ന് പറയുമ്പോൾ ഇബ്നു ഹജർ തങ്ങൾ തുഹ്ഫയിൽ പറഞ്ഞത് കാണാ. അങ്ങനെ കടപ്പറയിൽ മാറി താമസിച്ച് രാത്രി ഒന്നിച്ചല്ല മാറിക്കിടന്നു. രാവിലെ സുബഹിക്ക് ഭാര്യ എഴുന്നേറ്റ് 4 മണിക്ക് ഭാര്യ എഴുന്നേറ്റ് ഒതുകൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഭർത്താവും പോയി. ഭർത്താവ് ഇങ്ങനെ ഒതുകൊടുക്കാൻ വേണ്ടി പോകുമ്പോ ഭാര്യ ഒതുകൊടുത്തിട്ട് വരാൻ, അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ആരി? രാത്രി മാറി നിന്നവർ. രാവിലെ സലാം, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാ, ചുടിച്ചിക്കാനല്ല. രാവിലെ എഴുന്നേറ്റ് ഉടനെ തന്നെ സലാം. അപ്പോൾ സംസാരത്തിലുള്ള പിണക്കമല്ല, കിടപ്പറയിലുള്ള പിണക്കമാണ്, മാറി താമസിക്കുകയാണ്. അതെന്തിനാണ് മാറി താമസിച്ചത്? ഭർത്താവിനോട് അല്പം സ്നേഹമുള്ള പെണ്ണാണ് എങ്കിൽ കിടപ്പറ മാറിയാൽ അത് കാരണമായി അവൾ നന്നാകൂ. അപ്പൊ അവളെ നന്നാക്കി എടുക്കാനാണ് കിടപ്പറ മാറി താമസിക്കുന്നത്. അങ്ങനെ നല്ല ഉപദേശം കൊടുത്തു മാസക്കണക്കിന്, അത് അവൾക്ക് ഫലം ചെയ്യുന്നില്ല. രണ്ടാമത്തെ നിയമം ഖുർആൻ പറയുന്നു, അതാ നിങ്ങൾ കടപ്പറ മാറി താമസിക്കണം. അങ്ങനെ കുറെ ദിവസം എന്നിട്ട് ഓള് പണ്ടത്തെ പോലെ നവലോക്കാൻ അൽഫൻ ഇട്ടു നായിന്റെ ബാലിനെ
ഉമർ ഖാലി പറഞ്ഞതുപോലെ നല്ല PUC പൈപ്പിനുള്ളിൽ ഒരു നായിന്റെ ബീളുണ്ടല്ലോ, നായിന്റെ ബീളോ, പിളകൊന്നില്ലേ എന്തായ ബീളോ, നായിന്റെ ബീളത്തിന് പൈപ്പിനുള്ളിൽ ഇങ്ങനെ കുത്തിയിട്ട് നല്ല PUC പൈപ്പ് 1000 കൊല്ലം കഴിഞ്ഞ് എടുത്തിട്ട് ഇങ്ങനെ പൈപ്പിൽ കൊടുക്കുമ്പോൾ ഉപ്പർ വേണ്ടത് വരുന്നുണ്ട്, യാതൊരു മാറ്റമില്ല. വയലും പറഞ്ഞു കൊടുത്തു, കടപ്പറ മാറ്റി, ഇല്ല, ഒരു ഫലവും ഇല്ല. എന്നാൽ പിന്നീട് ഖുർആൻ പറയുന്നു, ആ പെണ്ണിനിക്ക് ചെറിയൊരു അടിവാസാക്കണോ. ആ അടിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് മുറിവ് പറ്റാത്ത അടിയാണ്, മുറിവ് പറ്റാത്ത അടിയാണ്. അല്ലാമാ ശിർബീനി തന്റെ മുഗ്നിയിൽ പറഞ്ഞു, വലൂബിൽ മിൻദീലി, അതൊരു ടവല് കൊണ്ടാണെങ്കിലും ശരി. അതെങ്ങനെ ടവൽ കൊണ്ടടിക്ക? ടവലിന്റെ തലയിലേക്ക് ഒരു കെട്ടിടുന്നു, എന്നിട്ട് പെണ്ണിന്റെ മുഖത്തേക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരൊറ്റ ഓങ്ങലിങ്ങനെ പോകുമ്പോ അടിക്കണ്ട. ഒരൽപ്പം സ്നേഹമുള്ള പെണ്ണാണ് എങ്കിൽ അവൾക്ക് കയ്യെന്ന് ഓങ്ങല് തന്നെ മതി, പിന്നെ അടിക്കേണ്ടതില്ല. അപ്പോൾ ഇത് ശരീരം വേദനിപ്പിക്കാനല്ല, പിന്നെയോ അവളുടെ മനസ്സ് വേദനിപ്പിക്കാനുള്ള അടിയാണ്. അതുകൊണ്ടാണ് ശുർബീൻ ഇമാം പറയുന്നത്, വലൂബിൽ മിൻദീലി, അതൊരു ടവല് കൊണ്ടാണെങ്കിലും ശരി. ഓ സുഹൃത്തുക്കളെ, ഇപ്പൊ ഭാര്യ എന്ന് പറയുന്നത് അടിക്കാനുള്ള ഒരു പോത്തല്ല, എരുമയല്ല, പിന്നെയോ അവരെ നന്നാക്കി എടുക്കേണ്ട ബാധ്യത പുരുഷന്റെ കയ്യിലാണ്. അങ്ങനെ നന്നാക്കി എടുക്കാൻ എന്തൊക്കെ മാർഗങ്ങളാണ് ഖുർആൻ പറഞ്ഞു. നല്ല ഉപദേശം പറഞ്ഞു കൊടുക്കണം. അത് ഫലം ചെയ്യുന്നില്ലെങ്കിൽ കിടപ്പറ മാറി താമസിക്കണം. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു, പിന്നെയാണ് ചെറിയൊരു അടി പാസാക്കേണ്ടത്. അങ്ങനെ അടിയും പാസാക്കി നന്നാകുന്നില്ലെങ്കിൽ അത് നന്നാക്കാനുള്ള ഇസ്ലാം പറഞ്ഞ എല്ലാ നിയമങ്ങളും കഴിഞ്ഞു. 3 കാര്യവും കഴിഞ്ഞിട്ട് ഇനി നന്നാകുന്നില്ലയോ, ഒരു നിലക്കും ഒത്തുപോകുന്നില്ല, അവര് പിണക്കത്തിലാണ്, അവര് പ്രശ്നത്തിലാണ്, ഒരു നിലക്കും നന്നാകുന്നില്ല, ഉപദേശം ഫലം ചെയ്തിട്ടില്ല, മാറി താമസിക്കൽ കൊണ്ട് ഫലം ചെയ്തിട്ടില്ല, അടികൊണ്ടും ഫലം ചെയ്തിട്ടില്ല. എന്നാൽ 3 കാര്യങ്ങളും നിർവഹിച്ചതിന്റെ ശേഷം ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു നിലക്കും മുമ്പോട്ട് നീങ്ങാൻ കഴിയുന്നില്ലെങ്കിൽ 4ാമത്തെ പരിപാടിയാണ്, അത് നമ്മളെ നേതൃത്വത്തിന് ഏൽപ്പിക്കണോ. പിന്നെ കണ്ണും നമ്മൾ ഇടപെടും. അതാണ് പ്രശ്നം. പോയിട്ട് മംഗലായതിന്റെ പിറ്റം തന്നെ ഓള് ശരിയില്ല, എന്തൊരു മനുഷ്യന്മാര് മംഗലായിട്ട് 3 ദിവസത്തിന് ഓള് ശരിയില്ല, നീ ശരിയുണ്ടോ? തങ്ങളത്തേക്ക് കേസ് അങ്ങനെയല്ല കേസ് പറയേണ്ടത്. ആ നിയമങ്ങളെല്ലാം കഴിഞ്ഞു, ഉപദേശം പറഞ്ഞു കൊടുത്തു, കിടപ്പറ മാറി താമസിച്ചു, ഇല്ല ചെറിയ അടിയും പാസാക്കി നോക്കി, ഇതിന് യാതൊരു ഫലവും ലഭിക്കുന്നില്ലെന്ന് കണ്ടാൽ പിന്നെ നേതൃത്വം ഇടപെടുകയാണ്. നേതൃത്വം ഭർത്താവിനെ വിളിക്കുകയാണ്, ഭാര്യനെ വിളിക്കുകയാണ്, 2ആളോടും കാര്യം അന്വേഷിക്കുകയാണ്. എന്നിട്ട് നേതൃത്വം തീരുമാനം എടുക്കുകയാണ്. നമ്മല്ല, നേതൃത്വം തീരുമാനം എടുക്കുകയാണ്. അതാണ് ഇസ്ലാമിന്റെ ശൈലി. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ എന്തിനാണ് ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞത്? ഫാമിലിയോട് വലിയ ഉത്തരവാദിത്വമുണ്ട്. അവരെ നന്നാക്കി എടുക്കേണ്ട ബാധ്യത എനിക്കാണ്, അവരെ നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത എനിക്കാണ് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ എന്താ പറയുന്നത്? നാളെ മഹ്ശറക്കെത്തിയാൽ ആ നരകത്തിന് കത്തിക്കപ്പെടുന്ന സാധനം ഒന്ന് മനുഷ്യന്മാരാണ്, മറ്റൊന്ന് കല്ലുകളാണ്. മനുഷ്യനെയും കല്ലുകളെയും കത്തിക്കപ്പെടുന്ന നരകം. ആ നരകത്തിൽ നിന്ന് സ്വന്തം ശരീരത്തിനെ കാത്തു സൂക്ഷിക്കണം, തന്റെ ഫാമിലിയെ കാത്തു സൂക്ഷിക്കണം. തന്റെ ഭാര്യ നരകത്തിൽ കിടക്കരുത്, തന്റെ മക്കള് നരകത്തിൽ കിടക്കരുത്, തന്റെ ഉമ്മയും ബാപ്പയും നരകത്തിലായി പോകരുത്. ആ ഒരു ഉത്തരവാദിത്വം എപ്പോഴും എനിക്കുണ്ടാകണം. ഇനി പറഞ്ഞിട്ട് ഖുർആൻ അങ്ങോട്ട് ഓതുന്നത് എന്താണ്? ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരാ. അവിടെ കത്തിക്കപ്പെടുന്നത് മലക്കുകളാണ്, കല്ലുകളാണ്.
പടുകൂറ്റൻ കല്ലുകളെ കത്തിക്കപ്പെടുന്ന നരകം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാന്മാര് രേഖപ്പെടുത്തുകയാണ് ഏതാണ് പാറക്കല്ല്. അതാ ഇമാമിങ്ങൾ പറയുന്നു അവിടെ കത്തിക്കപ്പെടുന്നത് അവിടെ കത്തിക്കപ്പെടുന്ന സാധനം ഏതാണ്? ഒന്ന് മനുഷ്യരാണ്, മറ്റൊന്ന് വൽ ഹിജാറ കല്ലുകളെയാണ് കത്തിക്കപ്പെടുന്നത്. അൽ മുറാദു ബിദാലിക അല്ലാമ ഇബ്നു കസീർ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു കല്ലുകൾ കത്തിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഈ കല്ല് എന്ത് തെറ്റാ ചെയ്തത്? ഓ സുഹൃത്തുക്കളെ, ഈ കല്ല് എന്ത് തെറ്റാ ചെയ്തത്? നമ്മുടെ ബിൽഡിങ്ങിൽ കല്ലില്ലേ, ആ കല്ല് എന്ത് തെറ്റാ ചെയ്തത്? അള്ളാന്റെ പള്ളി കെട്ടാൻ സഹായിച്ച കല്ലല്ലേ, പിന്നെങ്ങനെ ആ കല്ലിനെ കത്തിക്കോ? ഇത് പള്ളിയിലേക്ക് വരുമ്പോ ചവിട്ടാൻ സഹായിക്കുന്ന കല്ലുകളല്ലേ, അതെങ്ങനെ കത്തിക്കോ? അപ്പൊ കല്ലിനെ കത്തിക്കൂ എന്ന് പറഞ്ഞാല് കല്ലുകളിൽ നല്ല കല്ലുകളില്ലേ, പള്ളി നിർമ്മിക്കാൻ ഉപയോഗിച്ച കല്ല്. സുബ്ഹാനല്ലാഹ്, ഹജറുൽ അസ്വദ് കല്ലല്ലേ, കഅബാലയം നിർമ്മിച്ചത് കല്ലുകൊണ്ടല്ലേ. അപ്പൊ കല്ലിനെ കത്തിക്കൂ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാ കല്ലുമാണോ? ഇമാമിങ്ങൾ അതാ രേഖപ്പെടുത്തുകയാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ല് ഏതാണ്? അതെ, അൽ മുറാദു ബിദാലിക അൽ കല്ലുകളെ കത്തിക്കപ്പെടുമെന്ന് പറയുന്നത് അത് ബുദ്ധുകളാണ്, കല്ലുകളെ കൊണ്ടുണ്ടാക്കപ്പെട്ട ആരാധിക്കപ്പെടുന്ന വസ്തുക്കളാണ്. അതിന്റെ അനുയായികൾ ആരാധിക്കപ്പെടാൻ വേണ്ടി നിർമ്മിച്ചുണ്ടാക്കിയ ആരാധിക്കപ്പെടുന്ന കല്ലുകളില്ലേ, അതാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്, ആ കല്ലുകൾ നരകത്തിൽ വീഴുമ്പോ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാണ് ഹിജാറത്തു ജഹന്നമ കഹിജാറത്തി ദുനിയാ. നരകത്തിൽ കത്തിക്കപ്പെടുന്ന കല്ലില്ലേ, അത് ദുനിയാവിലെ വലിയ പടുകൂറ്റം പാറക്കല്ലുകളെ പോലോത്ത കല്ലുകൾ തന്നെ. വലിയ വലിയ കല്ലുകൾ കൊണ്ടുപോയി നരകത്തിലേക്കിടുമ്പോ സുബ്ഹാന റബ്ബി, നമ്മളെ നാട്ടിലെത്തിയില്ലേ, പച്ച വിറകിട്ടാ കത്താൻ കുറച്ച് പ്രയാസമുണ്ട്. നല്ല ഉണങ്ങിയ വിറക് കിട്ടിയാലല്ലേ കത്തല്, പച്ച വിറക് കിട്ടിയാൽ കത്താൻ ഒരൽപ്പം പ്രയാസമാണ്. എന്നാൽ നമ്മളെ ദുനിയാവിലെ തീന്റെ കഥ എന്താണ്? സൂറത്തുൽ വാഖിയയുടെ വിശദീകരണത്തിൽ അല്ലാമ ഇബ്നു കസീർ പറഞ്ഞു നരകത്തിന്റെ തീയില്ലേ, ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചപ്പോ ആദം നബി ഭൂമിയിലേക്ക് വരികയാണ്. അതാ ഇന്ത്യയുടെ സിലോനിൽ പോയി ഇറങ്ങുകയാണ്, ഹവ്വ ഉമ്മ ജിദ്ദയിൽ പോയി ഇറങ്ങുകയാണ്. രണ്ടുപേര് രണ്ട് നാട്ടിൽ കൊല്ലങ്ങളോളം താമസിക്കുകയാണ്. പിന്നീട് ഒരു 40 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷം അതാ അറഫ ഭൂമി രണ്ടുപേരും പരിചയപ്പെടുകയാണ്. ആദം നബി അലൈഹിസ്സലാം ഭൂമി ലോകത്തേക്ക് വന്നപ്പോ അല്ലാഹ് ജിബ്രീലിനെ വിളിച്ചുകൊണ്ട് പറയുന്നു യാ ജിബ്രീൽ, ആദം നബി ഭൂമിയിലാണ്, അയാൾക്ക് ഭക്ഷണം പാകം ചെയ്യണം. ഭക്ഷണം പാകം ചെയ്യണമെങ്കിൽ തീ വേണോ? നിങ്ങളൊരൽപ്പം നരകത്തിൽ നിന്ന് ഒരിത്തിരി തീ കൊണ്ടുപോയി ആദം നബിക്ക് കൊടുക്കണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ് ഒരിത്തിരി തീ കൊണ്ടുപോയി ആദം നബിക്ക് നിങ്ങൾ കൊടുക്കണോ? അതാ ജിബ്രീൽ നരകത്തിലേക്ക് പോകുന്നു, ഒരിത്തിരി തീയെടുക്കുന്നു, ഒരു കടുകിന്റെ അത്ര തീയെടുക്കുന്നു. ആ തീയിനെ കയ്യിൽ പിടിച്ച് ദുനിയാവിലേക്ക് വരുമ്പോ 2 പ്രാവശ്യം അതാ അതിനെ കടലിൽ മുക്കുന്നു. 2 പ്രാവശ്യം കടലിൽ മുക്കിയിട്ട് ദുനിയാവിലേക്ക് കൊണ്ടുവരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ജിബ്രീൽ 2 പ്രാവശ്യം ആ തീക്കട്ടയെ ഒരു ഇത്തിരി തീയെ വെള്ളത്തിൽ മുക്കാതെയാണ് കൊണ്ടുവന്നതെങ്കിൽ ദുനിയാവിന്റെ ഇത്തരം തീ കഷ്ണമില്ലേ, കൊണ്ടുപോയ തീ കഷ്ണം, അതിനെ വെള്ളത്തിൽ മുക്കാതെയാണ് കൊണ്ടുവന്നതെങ്കിൽ ആദം നബിക്ക് ആ തീ കൊണ്ട് ഉപകാരമെടുക്കാൻ കഴിയുമായിരുന്നില്ല. ആദം നബിക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയുമായിരുന്നില്ല. ആദം നബിക്ക് ഭക്ഷണം പാകം ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതേ തീയിലെങ്ങ് വെള്ളത്തിലെങ്ങ് മുക്കിയിട്ട് കൊണ്ടുവന്നപ്പോ അതാ ദുനിയാവിന്റെ തീന്ന് കാണുന്ന തീയില്ലേ, നരകത്തിന്റെ 70 ഇരട്ടിൽ നിന്നിട്ട് 69 പടവാക്കി വെച്ചിട്ട് അതിന്റെ 1% ദുനിയാവിലേക്ക് കൊണ്ടുവന്നതെങ്കിൽ അതും കൊണ്ടുവരുമ്പോൾ 2 പ്രാവശ്യം വെള്ളത്തിൽ
വെള്ളത്തിൽ മുക്കിയിട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ ഇതിന്റെ 69 ഇരട്ടിയുണ്ട് അവിടെ. പക്ഷേ അതിനെ ഒരിക്കൽ പോലും വെള്ളത്തിൽ മുക്കിയിട്ടില്ല. ദുനിയാവിന്റെ തീ 2 പ്രാവശ്യം വെള്ളത്തിൽ മുക്കിയതാണ്. ഒരിക്കലും വെള്ളത്തിൽ മുക്കാത്ത ചൂടുള്ള കടുകടുത്ത ചൂടുള്ള തീ, 69 ഇരട്ടിയുള്ള ചൂട്. ഇനി കണ്ടില്ലേ, തീർന്നില്ലേ? ഇബ്നു കസീർ മറ്റൊരു ഹദീസിൽ പറയുന്നു, അല്ല, ദുനിയാവിന്റെ തീയേക്കാൾ 89 ഇരട്ടി ചൂടുള്ള തീ. 69 അല്ല, 89 ഇരട്ടിയുള്ള ചൂട്. വലിയ വലിയ പാറക്കല്ലുകളെ കൊണ്ടുപോയി അതിലേക്കൊന്ന് ഇട്ട് കഴിഞ്ഞാ പാറക്കല്ലുകൾ മുഴുവനും സുബ്ഹാനല്ലാഹ് ബോംബ് പൊട്ടുന്നത് പോലെ പടപടപട പൊട്ടുകയാണ്. നിമിഷങ്ങളെ കൊണ്ട് കത്തിക്കരിയുകയാണ്. അതിലേക്ക് കത്താൽ കൊണ്ടുപോയി ഇട്ടതാരെയാണ്? മനുഷ്യന്മാരാകുന്ന ഞങ്ങളെ. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു, ആ പാറക്കല്ലിനെ കത്തിക്കപ്പെടുന്ന തീയിലേക്ക് ഇരിക്കുന്ന നമ്മളെ കൊണ്ടുപോയി ഇട്ടാലോ, നമ്മളെ ഈ രൂപത്തിൽ കൊണ്ടുപോയി ഇട്ടാൽ, നമ്മളെ പൂരില് ചൂട്ടണി വെക്കലില്ലേ, ചൂട്ടണി കുറെ കാട്ടോല ഇങ്ങനെ കൂട്ടിയിട്ട് പിള്ളേർക്ക് എന്ത് ചൂട്ടണി അല്ലേ, അല്ലെ, ഒരു ചൂട്ടണി വെക്കലില്ലേ? ആ ചൂട്ടണി വെക്കുന്ന സമയത്ത് നല്ല തീ ഇങ്ങനെ ആളിക്കെത്തുമ്പോ ചില പ്രാണി വന്നിട്ട് വീഴുന്നത് കാണുന്നില്ലേ? നിങ്ങൾ ചെറിയ ചെറിയ പ്രാണികൾ വന്ന് വീഴുന്നത് കാണുന്നില്ലേ? എന്നൊരു പോലെയായിരിക്കും മാഷറിന് തീക്ക് നമ്മളെ കൊണ്ടിട്ടാൽ ദുനിയാവിന്റെ ചൂട്ടണി കീച്ച വീണത് പോലെ അഡ്രസ് ഉണ്ടാവൂല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു, മഹ്ശറക്ക് തുമ്പ നരകത്തിൽ കിടപ്പെടുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ രൂപം മുത്തുനബി തങ്ങൾ പറയാണ്, അവന്റെ വലതുഭാഗം നോക്കിയാൽ കാണുന്നില്ല, അവന്റെ ഇടതുഭാഗം നോക്കിയാൽ കാണുന്നില്ല, അവന്റെ മുമ്പ് നോക്കിയാൽ കാണുന്നില്ല, അവന്റെ ബാക്ക് നോക്കിയാൽ കാണുന്നില്ല. ഉഹുദ് പർവ്വതം പോലോത്ത വലിയ 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 മനുഷ്യന്മാരാക്കി മാറ്റിയിട്ട്, നരകത്തിന്റെ ചൂട് താങ്ങാനുള്ള ആ ഒരു പവറിലേക്ക് മാറ്റിയിട്ട് മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. ഈ കാണുന്ന രൂപത്തിലാണെങ്കിൽ നരകത്തിൽ വീണാൽ അഡ്രസ് ഉണ്ടാവൂല. അവന്റെ സ്വർഗത്തിന്റെ അവസ്ഥ എന്താ? സ്വർഗത്തിന്റെ അവസ്ഥ അത് മഹാന്മാര് പറഞ്ഞു, നമ്മളൊക്കെ നമ്മളെ സ്വർഗത്തിൽ കിടക്കുമ്പോ ആദം നബിന്റെ നീളം, ആദം നബിന്റെ നീളം, യൂസുഫ് നബിന്റെ ഭംഗി, ഈസാ നബിന്റെ വയസ്സ് എങ്ങനെ ഉണ്ടാവും? ആദം നബിന്റെ നീളം 60 ഫീറ്റ് നീളം, 7 ഫീറ്റ് അകലം, 7 ഫീറ്റ് അകലം, 60 ഫീറ്റ്. ജിറാഫ് പോലെ ഉണ്ടാവും അല്ലേ? അയൽക്ക് യൂസുഫ് നബിന്റെ ഭംഗിയും, യാ റബ്ബ്, നീളം എന്ന് പറയുമ്പോൾ ജിറാഫ് നിങ്ങൾ മനസ്സിലാക്കി, അതിലേക്ക് യൂസുഫ് നബിന്റെ ഭംഗിയോട് വിട്ടിയതാല് പറയണ്ട, അതിനെ പറയണ്ടല്ലോ. യൂസുഫ് നബിന്റെ ഭംഗി കേട്ടിട്ടില്ല നിങ്ങൾ? ഇന്നലെ പാടാൻ വന്ന സ്ഥലം അടുത്തൊരു വിളിച്ചിട്ട് യൂസുഫ് ഈസ പാടാൻ പറയണം. യാ റബ്ബ്, എത്ര പെണ്ണുങ്ങളാ കണ്ടിട്ട് വിരല് മുറിച്ചത് അല്ലേ? നമ്മളെ പള്ളത്തൂർ ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ട് ആരെങ്കിലും വിരല് മുറിച്ച് ഇങ്ങനെ അന്തം വിട്ടു എന്നല്ലാണ്ട് ആരെങ്കിലും വിരല് മുറിച്ച ചരിത്രം ഉണ്ടോ? ഇല്ലല്ലോ. വിരല് മുറിച്ച ചരിത്രമാണ്. ഇനിയോ തീർന്നില്ല. ഈസാ നബിന്റെ വയസ്സ്, 33. അപ്പൊ 33 വയസ്സ്, യൂസുഫ് നബിന്റെ ഭംഗി, ആദം നബിന്റെ നീളവും അകലവും സ്വർഗത്തിൽ കിടക്കുമ്പോ ഇബ്നു കസീർ തഫ്സീറിൽ പറഞ്ഞത് കാണാം. ഇത് സ്വർഗത്തിൽ കിടക്കുന്നവരാണ്. നരകത്തിൽ കിടക്കുന്നവരോ ഉഹുദ് പർവ്വതം പോലെ അവന്റെ നീളം കാണുന്നില്ല, അവന്റെ അകലം കാണുന്നില്ല. അത്രയും നീളവും അകലവുമാണ് മനുഷ്യൻ കൊണ്ടുപോയി വലിച്ചെറിയപ്പെടുന്നത് നരകത്തിലേക്ക്. സുഹൃത്തുക്കളെ, ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരെയാണ്, അല്ല പാറക്കല്ലുകളെയാണ്. എന്നാൽ മുഅ്മിനീങ്ങളെ, മനുഷ്യന്മാരെ കത്തിക്കുന്നു എന്ന് പറയുമ്പോ മനുഷ്യനിക്കൊരു കൂസലും ഇല്ല. ഈ വയല് പറയുന്നത് എനിക്ക് ഞാനും ഒരു മനുഷ്യനല്ലേ. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരെന്ന് പറയുമ്പോ ഞാനും അതിൽ പെട്ടില്ലേ?
പക്ഷേ നമുക്ക് പേടിയില്ല, നമുക്ക് യാതൊരു ഭയവുമില്ല. അതാണ് സൂറത്തു അൽ ബഖറയിൽ അല്ലാഹു പറഞ്ഞത് കാണാം. നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യനെ എന്ന് പറഞ്ഞപ്പോ ഇല്ല ഇല്ല തുമ്മ ഖസത് ഖുലൂബുകും മിൻ ബഅദി ദാലിക. എത്ര ഉപദേശം പറഞ്ഞു കൊടുത്താലും അവരെ കൽബ് പാറക്കല്ല് പോലെയാണ്. നല്ല കൽബ് ഉറച്ചുപോയി. ഫഹിയ കൽ ഹിജാറ. ആ മനുഷ്യന്റെ മനസ്സ് കല്ല് പോലെയാണ്. അല്ല ഔ അശദ്ദ മിൻഹു, അതിനെ ഔ അശദ്ദ ഖുസ്വതൻ, പാറക്കല്ലിനേക്കാളും ഉറച്ചതാണ്. അപ്പൊ പാറക്കല്ലിനേക്കാളും ഉറച്ച കൽബാണ് മനുഷ്യന്റെ കൽബ്. വഅദ് കേട്ടിട്ട് പരിവർത്തനമില്ല, വഅദ് കേട്ടിട്ട് മാറ്റമില്ല. ബാപ്പ മരിച്ചിട്ട് മാറ്റമില്ല, ഉമ്മ മരിച്ചിട്ട് മാറ്റമില്ല, ഭാര്യ മരിച്ചിട്ട് മാറ്റമില്ല. എന്റെ മുമ്പിലൂടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ പെട്ട് അതേ കഷ്ടങ്ങളായി തെറിച്ച് കിടക്കുന്ന മയ്യത്തുകൾ, അത് കണ്ടിട്ടും എന്റെ കൽബിനൊരു മാറ്റമില്ല. എന്റെ കൽബ് പാറക്കല്ല് പോലെയാണ്. പോരാ പാറക്കല്ലിനേക്കാളും ഉറച്ചതാണ് എന്റെ കൽബ്. അല്ലാഹു പറയാണ്, എന്തേ പാറക്കല്ലിനേക്കാളും ഉറച്ചു എന്ന് പറയാൻ കാരണോ? പാറക്കല്ലിനെ നിങ്ങൾക്കറിയോ? സൂറത്തു അൽ ബഖറയിൽ അല്ലാഹു പറയാണ് 3 രൂപത്തിലുള്ള കല്ലുകളുണ്ട്. അല്ലാഹു തആല മനുഷ്യനെയും പാറക്കല്ലുകളെയും നരകത്തിൽ കടത്തുമെന്ന് പറഞ്ഞപ്പോ പാറക്കല്ലുകൾ 3 രൂപത്തിലായി മാറി എന്ന് ഖുർആൻ പറയാണ്. വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ. സൂറത്തു അൽ ബഖറയിൽ അല്ലാഹു പറയാണ്, പാറക്കല്ലുകളെ നരകത്തിലിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞപ്പോ ഈ ആയത്ത് ഇറങ്ങലോടുകൂടെ കല്ലുകളങ്ങ് കരയാൻ തുടങ്ങി. വഇന്ന മിനൽ ഹിജാറതി, കല്ലുകളെ കൂട്ടത്തിൽ ചില കല്ലുകളുണ്ട്. ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, ആ പാറക്കല്ലിൽ നിന്നിട്ട് അതാ വെള്ളം പൊട്ടി ഒലിക്കുകയാണ്. കണ്ടിട്ടില്ലേ നിങ്ങൾ? വലിയ വലിയ പാറക്കല്ലിൽ നിന്ന് ഉറവിടങ്ങൾ ഒലിക്കുന്നത് കണ്ടിട്ടില്ലേ? നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളാണെന്ന് അല്ലാഹു പറഞ്ഞപ്പോ പാറക്കല്ല് കരയാൻ തുടങ്ങി. കരഞ്ഞ് പാറക്കല്ലിൽ നിന്ന് വെള്ളം പൊട്ടി ഒലിക്കാൻ തുടങ്ങി. ഇത് കല്ലുകളെ കൂട്ടത്തിൽ ഒരു കല്ലാണ്. രണ്ടാമത്തെ കല്ലേതാണ്? നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലാണെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമതൊരു കല്ല് കല്ലുകൾ പൊട്ടിത്തെറിച്ചു. നരകത്തിൽ കത്തിക്കുമെന്ന് പറഞ്ഞപ്പോ പേടിച്ച് കല്ലുകൾ പൊട്ടിത്തെറിക്കുകയാണ്. ആ പാറക്കല്ലുകളിൽ നിന്നിട്ട് വെള്ളം പുറത്തേക്ക് വരുന്നു. ആ പാറക്കല്ലിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വരികയാണ്. നേരത്തെ പറഞ്ഞ പാറക്കല്ലിൽ നിന്ന് വെള്ളം വരുന്നു. ഇപ്പോൾ പാറക്കല്ല് പൊട്ടുകയാണ്. പൊട്ടിയ പാറക്കല്ലിൽ നിന്ന് വെള്ളം വരികയാണ്. മൂന്നാമതൊരു കല്ലിനെ പരിചയപ്പെടുത്തുകയാണ്. മിൻ ഖശിയത്തില്ലാഹ്. അല്ലാഹു ഖുർആനിൽ പറയുന്നു, നരകത്തിൽ കത്തിക്കുന്നത് കല്ലെന്ന് പറഞ്ഞപ്പോ കല്ല് പൊട്ടിപ്പോയി. കല്ല് വെള്ളം വലിപ്പിക്കാൻ തുടങ്ങി. മൂന്നാമത്തെ കല്ല് ഏതാ? ഇത് ഖുർആൻ പഠിപ്പിക്കുകയാണ്. സൂറത്തു അൽ ബഖറയിൽ കാണാ. കെട്ടുകഥകളല്ല പറയുന്നത്. മൂന്നാമത്തൊരു കല്ലുണ്ട്. ആ കല്ലേതാണ്? അല്ലാഹനെ പേടിച്ച് മലമുകളിൽ നിന്നിട്ട് വലിയ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് കിട്ടുകിട്ട് വിറച്ചത് വീണുപോയി. അല്ലാഹനെ പേടിച്ച് വീഴുന്ന കല്ലുകളാ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതെല്ലാം പറഞ്ഞിട്ട് അല്ലാഹ് പറയുന്നു, കല്ലുകൾ ഒരു ഭാഗത്ത് പൊട്ടി വലിക്കുകയാണ്.
ഒലിക്കുകയാണ്. ഒരു ഭാഗത്ത് പൊട്ടിത്തെറിച്ച് വെള്ളമൊലിക്കുകയാണ്, മറ്റൊരു ഭാഗത്ത് വലിയ വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് പടുകൂറ്റം പാറക്കല്ലുകൾ ഉതിർന്ന് താഴോട്ട് വീഴുകയാണ്. ഇതെല്ലാം വീഴാനുള്ള കാരണം മിൻ ഖശിയത്തില്ലാ, അല്ലാഹനെ പേടിച്ചതാ. എന്തിനാണ് റബ്ബിനെ കല്ല് പേടിച്ചത്? നാളെ കത്തിക്കപ്പെടുന്നത് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരാണ്, നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കല്ലുകളാണ്. കല്ലെന്ന് പറഞ്ഞപ്പോ 3 രൂപത്തിലെ കല്ലുകളെ കുറിച്ച് ഖുർആൻ അൽ ബഖറയിൽ പരിചയപ്പെടുത്തുമ്പോ അതേ സ്ഥലത്ത് മനുഷ്യനെ പറ്റി എന്താ പറയുന്നത്? തുമ്മ ഖസദ് ഖുലൂബുകും, ഓ മനുഷ്യ, നിന്റെ കൽബ് പാറക്കല്ല് പോലെ ഉറച്ചിരിക്കുകയാണ്. മിൻ ബഅദി ദാലിക, നിനക്ക് ഇസ്ലാമിനെ കുറിച്ച് നന്നായി പഠിപ്പിച്ചു തന്നു, ഇസ്ലാമിനെ കുറിച്ച് നന്നായി പഠിപ്പിച്ചു തന്നു. പക്ഷേ നിന്റെ മനസ്സ് പാറക്കല്ല, ഫഹിയ കൽ ഹിജാറ, മനസ്സ് കല്ല് പോലെയാണ്, അല്ല കല്ലിനെക്കാളും ഉറച്ച മനസ്സാണ്. അൽഹംദുലില്ലാഹ്. നമ്മുടെ ഉമ്മമാരെ ഭാഗത്തേക്ക് ബക്കറ്റ് വരാണ്. അത് മതിയാ പള്ളത്തൂർക്ക്? പള്ളത്തൂർക്ക് അത് മതിയാ ആ ബക്കറ്റ്? അതൊന്നും അതിൽ നേരം പള്ളി പിടിക്കേണ്ട ബക്കറ്റ്. പള്ളത്തൂർക്ക് അത് പോരാ, ഒരു പച്ച വലുതെടുത്തു, നല്ല കൈയുള്ള. കാരണം എല്ലാവരും പൈസ കൊടുത്തിട്ടുണ്ടാവും. കാരണം 3 ദിവസമായി തങ്ങളുടെ വേദന ഒന്നും ഇരിക്കുന്ന പെണ്ണുങ്ങൾ പൈസ കൊടുത്ത് കണ്ടിക്കോ. 3 ദിവസം ഞങ്ങൾ 1 മിനിറ്റ് കിട്ടാൻ വേണ്ടി കാത്തിക്കാണ്. ഇത് 3 ദിവസം വീട് ഞങ്ങൾക്കുണ്ടായ അസൂയ ചെറുതൊന്നുമല്ല. ഞങ്ങൾക്കൊന്നും പണിയെടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടില്ല, അങ്ങനെ വന്നാൽ പറ്റൂല. 3 ദിവസം ഇവിടെ തന്നെ അല്ലേ? അപ്പൊ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം പോലെ പൈസ കൊടുത്തിട്ടുണ്ടാവും. ചില പെണ്ണുങ്ങൾ വിചാരിക്കും തങ്ങളെ 3 ദിവസം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത സാധനം തന്നെ, അത് സ്വർണ്ണത്തോട് കടപിടിക്കുന്ന 3 ദിവസമാണെന്ന് പറഞ്ഞു. ചിലപ്പോൾ സ്വർണ്ണം കൊടുക്കാനും സാധ്യതയുണ്ട് പെണ്ണുങ്ങളൊക്കെ അല്ലേ, മോതിരനെ കൊടുക്കാൻ സാധ്യതയുണ്ട്. തങ്ങളെ ബഹുമാനിച്ചില്ല ഇൻഷാ അല്ലാഹ്, തങ്ങളെ എത്ര ബഹുമാനം ബക്കറ്റ് തിരിച്ചു പറയും. ഞാൻ വിഷയത്തിലേക്ക് വരാം. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവൻ മനുഷ്യന്റെ മനസ്സ് പാറക്കല്ലല്ല, അതിനേക്കാളും അപ്പുറമാണെന്ന് പറഞ്ഞിട്ട് പാറക്കല്ലിനേക്കാളും ഉറച്ചു. എന്തുകൊണ്ട്? പാറക്കല്ല് 3 രൂപത്തിലാണ്. അള്ളാഹനെ പേടിച്ച് കരഞ്ഞ കല്ലുകള്, പൊട്ടിയ കല്ലുകള്, ഉതിർന്നു വീണ കല്ലുകള്. പക്ഷെ മനുഷ്യന്റെ കൽബ് പൊട്ടിയെന്നോ, മനുഷ്യന്റെ കൽബ് കീറിയെന്നോ, മനുഷ്യന്റെ കൽബ് അങ്ങനെ പേടിച്ചിട്ട് അരെ പൊട്ടിത്തെറിച്ചു എന്നോ ഖുർആൻ പറയുന്നില്ല. പാറക്കല്ലിനേക്കാളും ഉറച്ചതാണ് മനുഷ്യന്റെ മനസ്സ്. ഖുർആൻ പഠിപ്പിക്കുന്നു. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ കൽബിനെ നന്നാക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മളെ കൽബൊന്ന് നന്നാക്കണം. ഞാൻ എൻ്റെ മുഅ്മിനീകളോട് പറയുന്നു, നമ്മളെ കൽബൊന്ന് നന്നാക്കണം. അവസാന ദിവസമാണ്, വഅദിന്റെ സമാപന വേദിയാണ്, ആത്മീയ വേദിയാണ്. നല്ലോണം ദിക്റും സ്വലാത്തും ചൊല്ലിയ സരസാണ്. ബദരീങ്ങളെ പേരും ചൊല്ലിയിട്ട് തങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഈ മജ്ലിസിൽ ഞാൻ എന്നോടടക്കം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളെ കൽബിനൊരു മാറ്റം വരുത്തണം. നരകത്തിൽ കത്തിക്കപ്പെടുന്ന ഒരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് മനുഷ്യനിക്കൊരു കൂസലുമില്ലല്ലോ. പാറക്കല്ലെന്ന് പറഞ്ഞപ്പോ പാറക്കല്ല് പൊട്ടിത്തെറിച്ച ചരിത്രമല്ലേ പറയുന്നത്. നമുക്കൊന്ന് നന്നാകണം, നമുക്കൊന്ന് നന്നാകണം. നമ്മളെ കൽബൊന്ന് ശുദ്ധമാക്കണം. കൽബിനൊരു പരിവർത്തനം വേണം. പാറക്കല്ല് പോലെ ഉറച്ച കൽബ്, ആ കൽബൊന്ന് നന്നാക്കി എടുക്കാൻ നമ്മൾ ശ്രമം നടത്തണം. അല്ലാഹുവേ നീ ഭാഗ്യവന്മാരിൽ പെടുത്തണം റഹ്മാനേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ കൽബൊന്ന് നന്നാകണം. ആ കൽബ് നന്നായാൽ മാത്രമേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. മനുഷ്യന്റെ കൽബൊന്ന് നന്നാകണം. ആ കൽബ് നന്നാക്കാനുള്ള വഴി എന്താണ്? ആത്മീയ വേദികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കാണാം. ജീവിതത്തിൽ 100 തെറ്റായ മജ്ലിസിൽ പങ്കെടുത്ത ഒരാള് ഒരൊറ്റ ആത്മീയ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയാൽ 100 തെറ്റായ മജ്ലിസിന്റെ പാപങ്ങളെ പൊറുപ്പിക്കപ്പെടാൻ ഒരൊറ്റ ആത്മീയ മജ്ലിസ് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചത് കാണാം.
ആത്മീയ മജ്ലിസിൽ പങ്കെടുക്കണം. ഇവിടെ മഹദറത്തുൽ ബദ്രിയ അല്ല ബദ്രിയ മജ്ലിസ് എല്ലാ മാസത്തിലും നടക്കാറുണ്ട്. അത് തങ്ങൾ മാത്രം വരുന്ന ഒരു ചടങ്ങായി പോകാൻ പാടില്ല. നിങ്ങൾ എല്ലാവരും അതിൽ പങ്കെടുക്കുന്നവരാകണം. കൽബൊന്ന് നന്നാക്കണം, കൽബൊന്ന് ശുദ്ധിയാക്കണം, നല്ലോണം ഖുർആൻ ഓതണം. നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ നന്നായി ഖുർആൻ ഓതുന്നവരാകണം, നന്നായി ദിക്ർ ചൊല്ലുന്നവരാകണം, നന്നായി സ്വലാത്ത് ചൊല്ലുന്നവരാകണം, നന്നായി അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലുന്നവരാകണം. മുഅ്മിനീങ്ങളെ നന്നായി ദിക്ർ ചൊല്ലണം, നന്നായി തസ്ബീഹ് ചൊല്ലണം. ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. മനുഷ്യനൊന്ന് നന്നാകണം, നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയണം. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെ മഹ്ശറക്കെത്തുമ്പോൾ അല്ലാഹു തആല മുഅ്മിനീങ്ങളെ സ്വർഗ്ഗത്തിൽ കടത്തുകയാണ്. സ്വർഗ്ഗത്തിൽ കടത്തിയതിന്റെ ശേഷം അതാ തമ്മാടികളെ അവിടെ നിർത്തുകയാണ്. തമ്മാടികളോടുള്ള വിരൽ ചൂടി പറയുന്നത് എന്താണ്? വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഓ അക്രമികളെ മാറി നിൽക്കൂ, ഇവിടെ അക്രമികളെ മാറി നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് തമ്മാടികളെ മഹ്ശറക്കെത്തുമ്പോ മാറി നിർത്തുന്ന രംഗം അതാ ഖുർആനിൽ സൂറത്ത് യാസീനിൽ അല്ലാഹ് പറയാണ്, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. ഓ അക്രമികളെ മാറി നിൽക്കൂ, മാറി നിൽക്കൂ. മാറി നിൽക്കാൻ വേണ്ടി അക്രമികളോട് മഹ്ശറയിൽ അല്ലാഹ് പറയുന്ന രംഗം. ഇത് പറയുന്ന സമയത്തോ മുങ്കാ സ്വാലിഹീങ്ങളെ സ്വർഗ്ഗത്തിൽ അല്ലാഹ് കടത്തി കഴിഞ്ഞു. സ്വാലിഹീങ്ങൾ സ്വർഗ്ഗത്തിലാണ്. അതേ തമ്മാടികളെ ഭാഗത്തേക്ക് അല്ലാഹ് ശ്രദ്ധിക്കുന്നില്ല. എല്ലാ മുഅ്മിനീങ്ങളെയും സ്വർഗ്ഗത്തിലേക്ക് കടത്തിയിട്ട് അല്ലാഹ് തമ്മാടികളോട് പറയുന്നു, മാറി നിൽക്കണോ. മാറി നിൽക്കുകയാണ്. അവരിങ്ങനെ മഹ്ശറയിൽ മാറി നിൽക്കുമ്പോ അല്ലാഹ് അവരോട് ചില വാക്കുകൾ സംസാരിക്കുകയാണ്. അത് സൂറത്ത് യാസീനിൽ അല്ലാഹ് ഓർമ്മപ്പെടുത്തുകയാണ്. അലം അഅ്ഹദ് ഇലൈക്കും യാ ബനി ആദമ അല്ലാ തഅ്ബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. മാറി നിൽക്കാൻ വേണ്ടി തമ്മാടികളെ മഹ്ശറയിൽ മാറ്റി നിർത്തിയിട്ടല്ല ചോദിക്കുന്ന ചോദ്യമാണ്. അലം അഅ്ഹദ് ഇലൈക്കും, ഓ തമ്മാടികളെ ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്തിട്ടില്ലയോ? യാ ബനി ആദമ, ഓ ആദമിന്റെ മക്കളെ, അല്ലാ തഅ്ബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനിക്ക് ആരാധിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലയോ? മുഅ്മിനീങ്ങളെ, നമ്മൾ ശൈത്താന്റെ ആളായി മാറിപ്പോയില്ലേ? റബ്ബിന്റെ ആളാകാൻ നമ്മൾക്ക് കഴിയുന്നില്ലല്ലോ. ഞാൻ ചെയ്യുന്ന തെറ്റുകൾ മുഴുവനും ഞാൻ പിശാചിന്റെ ആളായതുകൊണ്ടല്ലേ. റബ്ബിന്റെ ആളായ റബ്ബിന്റെ കൽപ്പന അനുസരിക്കലല്ലേ വേണ്ടത്. തമ്മാടികളെ മഹ്ശറയിൽ നിർത്തിയിട്ട് അല്ലാഹ് ചോദ്യം ചെയ്യുകയാണ്. അല്ലാഹ് അവരോട് ശകാരിക്കുകയാണ്, ഗൗരവത്തോടെ സംസാരിക്കുകയാണ്. അലം അഅ്ഹദ് ഇലൈക്കും, ഞാൻ നിങ്ങളോട് ഉടമ്പടി ചെയ്തിട്ടില്ലയോ? യാ ബനി ആദമ, ആദമിന്റെ മക്കളെ, അല്ലാ തഅ്ബുദു ശൈത്താൻ, നിങ്ങൾ ശൈത്താനിക്ക് ആരാധിക്കരുത്, ശൈത്താന്റെ ആളായി മാറരുത്, ശൈത്താനിക്ക് ആരാധിക്കരുത്. ഖുർആൻ പറയുന്ന അല്ലാഹ് മഹ്ശർ നാളെ ചോദിക്കോ, നിങ്ങളെ നമ്മൾ ശൈത്താന്റെ ആളായി മാറിയില്ലേ? ഗീബത്ത് പറയൽ ശൈത്താൻ പറയിപ്പിക്കുകയല്ലേ? നമീമത്ത് പറയൽ ശൈത്താൻ പറയിപ്പിക്കുകയല്ലേ? കളവ് പറയൽ ശൈത്താൻ പറയിപ്പിക്കുകയല്ലേ? തമാടിത്തരം ചെയ്യൽ ശൈത്താൻ ചെയ്യിപ്പിക്കുകയല്ലേ? ഓ പ്രിയപ്പെട്ട സഹോദരാ, ഹറാമിലേക്ക് നോക്കൽ ശൈത്താൻ നോക്കിക്കുകയല്ലേ? ഹറാമ് പിടിക്കൽ ശൈത്താൻ പിടിപ്പിക്കുകയല്ലേ? ഹറാമിലേക്ക് നടക്കൽ ശൈത്താൻ നടപ്പിക്കുകയല്ലേ? ഹറാമിലേക്ക് കൊണ്ടുപോയി വിചരിക്കല് അത് ശൈത്താൻ ചെയ്യിപ്പിക്കലല്ലേ? എല്ലാ തെറ്റുകളും മനുഷ്യനെ കൊണ്ട് ശൈത്താൻ ചെയ്യിപ്പിക്കുകയാണ്. അല്ലാഹ് ചോദിക്കുന്നു, മഹ്ശറക്കെത്തിയപ്പോൾ ആദമിന്റെ മക്കളെ, അല്ലാ തഅ്ബുദു ശൈത്താൻ, ശൈത്താൻ
പടച്ചവനിക്ക് ആരാധിക്കണ്ട എന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്? എന്തിനാടാ ശൈത്താന്റെ ബാക്കിൽ പോയത്? എന്തിനാടാ പിശാചിന്റെ ബാക്കിൽ പോയത്? എന്തിനാടാ അവന്റെ അനുയായിയായിട്ട് നീ ഒരു അക്രമിയായത്? നീ എന്തിനാടാ കള്ളുകുടിയനായത്? നീ എന്തിനാടാ പെണ്ണുപിടിയനായത്? നീ എന്തിനാടാ ലഹരിന്റെ പിന്നാലെ പോയത്? നീ എന്തിനാടാ MDMന്റെ പിന്നാലെ പോയത്? നീ എന്തിനാണ് നിന്റെ ബുദ്ധിക്ക് മസ്തിഷ്കമുണ്ടാക്കുന്ന റബ്ബ് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ബുദ്ധിയെ നഷ്ടപ്പെടുത്തി കളയുന്ന ലഹരിന്റെ പിന്നാലെ നീ എന്തിനാടാ പോയത്? അല്ലാഹ് ചോദിക്കുന്ന മനുഷ്യ, നിന്നോടല്ലേ ശൈതാനിക്ക് ആരാധിക്കണ്ട എന്ന് പറഞ്ഞത്? മാറി നിൽക്കൂ, മാറി നിൽക്കൂ. ചങ്ങാതിമാരെല്ലാം സ്വർഗത്തിലേക്ക് പോകുമ്പോ തമ്മാടികളെ മഹ്ശറിൽ നിർത്തിയിട്ട് അല്ലാഹ് മാറി നിൽക്കാൻ വേണ്ടി പറയുമ്പോ അല്ലാഹ് പറയാണ്, ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ആ ശൈത്താൻ നിങ്ങളെ കഠിന ശത്രുവല്ലേ? എന്തിനാണ് അവൻ ആരാധിച്ചത്? വഅനിഅ്ബുദൂനി, ഞാൻ നിങ്ങളോട് എനിക്ക് ആരാധിക്കണമെന്ന് ഉടമ്പടി ചെയ്തിട്ടില്ലയോ? നിസ്കരിക്കണം, നോമ്പ് നോക്കണം, സക്കാത്ത് കൊടുക്കണം, ഹജ്ജ് ചെയ്യണം, നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, സത്യം മാത്രം സംസാരിക്കണം, ദിക്റും തസ്ബീഹും സ്വലാത്തും ചൊല്ലണോ? നല്ലത് ചെയ്യാനല്ലേ റബ്ബ് പറഞ്ഞത്? വഅനിഅ്ബുദൂനി, നിങ്ങൾ എനിക്ക് ആരാധിക്കണമെന്നല്ലേ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? അതാ സിറാത്തും മുസ്തഖീം, അതാ സിറാത്തും മുസ്തഖീം. അതേ, എനിക്ക് ആരാധിക്കുന്നത് മുസ്തഖീമായ വഴിയല്ലേ? ആ വഴിയോട് സഞ്ചരിക്കാനല്ലേ പറഞ്ഞത്? വലഖദ് അദല്ല മിൻകും ജിബില്ലൻ കതീറാ. ഓ മനുഷ്യ, ആ ശൈത്താൻ എത്ര പേരാണ് പിഴപ്പിച്ചത്? എത്ര പേരെയാണ് പിഴപ്പിച്ചത്? അഫലം തകൂനൂ തഖിലൂൻ. ഓ മനുഷ്യ, നിങ്ങൾക്ക് ചിന്തിച്ചൂടയോ? ആ പിശാച് ആയിരക്കണക്കിന് ജനങ്ങളെ പേപ്പിക്കുമ്പോ നിങ്ങൾ എന്തിനാടാ അവന്റെ ബാക്കിൽ പോകാൻ നിന്നത്? നാളെ മഹ്ശറക്കെത്തുമ്പോൾ അല്ലാഹ് ശകാരിച്ചിട്ട് പറയാട്, ഒരു ഭാഗത്ത് മാറ്റി നിർത്തിയ തമ്മാടികളോട് ഗൗരവത്തോട് സംസാരിച്ചുകൊണ്ട് അല്ലാഹ് മലക്കുകളെ വിളിക്കുകയാണ്. മലക്കുകളെ, നരകം വലിച്ചു കൊണ്ടുവാ, നരകം വലിച്ചു കൊണ്ടുവാ. ആയിരക്കണക്കിന് 70,000-ത്തിലധികം വരുന്ന മലക്കുകള് ചങ്ങലയിട്ട് നരകത്തിന് റബ്ബിന്റെ മുമ്പിലേക്ക് വലിച്ചു വലിച്ചു കൊണ്ടുവന്നപ്പോൾ മാറ്റി നിർത്തിയ തമ്മാടികളോട് അല്ലാഹ് പറയുന്നത് കേട്ടോ? സൂറത്തു യാസീനിലൂടെ അല്ലാഹ് പറയാണ്, അല്ലാഹ് പറയുന്നു, ആദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ. ഓ രക്ഷിതാക്കളെ, ഓ സുഹൃത്തുക്കളെ, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. മഹ്ശറക്കെത്തുന്ന സമയത്ത് അല്ലാഹ് മലക്കുകളോട് നരകത്തെ വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ട് നരകം മുമ്പിൽ വെച്ചിട്ടല്ല പറയാണ്, ആദിഹി ജഹന്നം. ഓ തമ്മാടികളെ, ഇത് നരകമാണ്. നരകത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് നരകം കാണിച്ചിട്ട് ആദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ, ഇത് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട നരകമാണ്. സുബ്ഹാനല്ലാഹ്. അവര് നരകത്തിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ആ നരകത്തിന്റെ മുകളിൽ ഒരു പുക ഇങ്ങനെ പൊങ്ങുന്നത് കാണാം. നരകത്തിന്റെ തീയിൽ നിന്ന് പൊങ്ങുന്ന പുകയാണ്. സൂറത്ത് വാഖിയയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹ്, ആ പുക ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോ കറുകറുത്ത പുകയാ. ആ പുകയുടെ ഒരിത്തിരി പുക, നരകത്തിന്റെ പുകയിൽ നിന്നൊരു ഇത്തിരി പുക ദുനിയാവിലേക്കൊന്ന് വീണാല് മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ ഇരുട്ടായി പോകും കേട്ടോ. അത്രയും കറുകറുത്ത പുകയാണ് നരകത്തിൽ നിന്ന് വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ആളിക്കത്തുന്ന നരകത്തെ കാണിച്ചിട്ട് കറുകറുത്ത പുക പൊങ്ങുന്ന നരകത്തിനെ കാണിച്ചിട്ട് സുബ്ഹാനല്ലാഹ് അല്ലാഹ് മലക്കുകളോട് പറയുന്നു, ആദിഹി ജഹന്നമുല്ലത്തി കുന്തും തുഅദൂൻ, ഇത് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നരകമാണ്. ഇസ്ലൗഹാ, കടക്കാതിൽ കടക്ക്. ഇസ്ലൗഹാ,
നരകത്തിൽ കടക്കടാ. ഇസ്ലൗഹൽ യൗമ, ഇന്നത്തെ ഈ ദിവസം നരകത്തിൽ കിടക്കൂ. അല്ല നമ്മളോട് പറയുന്നൊരു ദിവസമുണ്ട്. എന്തിനാ നരകത്തിൽ കിടക്കുന്നത്? ബിമാ കുന്തും തക്ഫുറൂൻ. നിങ്ങൾ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് സത്യനിഷേധികളായി ജീവിച്ചവരാണ്, റബ്ബിനെ ധിക്കരിച്ച് ജീവിച്ചവരാണ്, റബ്ബിന്റെ നിഅമത്തിനു ശുക്ർ ചെയ്യാത്തവരാണ്. ആ തമ്മാടികളായ അക്രമികളായ നന്ദികെട്ട മനുഷ്യ, നരകത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ട് അതിലേക്ക് കടക്കൂ. മനുഷ്യനോട് അല്ലാഹ് പറയുമ്പോൾ, സുഹൃത്തുക്കളെ, നരകത്തിന് മുമ്പിലേക്ക് സബാനിയാക്കളാകുന്ന മലക്കുകൾ വലിച്ചു കൊണ്ടുവന്നതാണ്. നോക്കുമ്പോ അല്ലാഹ് ചില നരകത്തിനെ കാവൽ ചോദിക്കുകയാണ്. അല്ലാഹ് നരകത്തിന്റെ 8 തട്ടുകളുണ്ട്. ഓരോ തട്ടുകളും വിളിച്ചിട്ട് പറയുന്നു, പടച്ചോനെ ആ നരകത്തിനെ തൊട്ട് എന്നെ കാക്കണേ, അപ്പുറത്തെ നരകത്തിനെ തൊട്ട് എന്നെ കാക്കണേ. ആളിക്കത്തുന്ന നരക, ആ നരകത്തിനെ കൊണ്ടുവന്ന് ഇതിലങ്ങ് കടക്കട എന്ന് പറയുമ്പോ സബാനിയാക്കളാകുന്ന മലക്കൾ വന്നിട്ട് ചങ്ങലിട്ട് കെട്ടിമുറുക്കിട്ട് ഓരോന്നിനെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ, മുഅ്മിനീങ്ങളെ, അവസാനമായി ഒറ്റ കാര്യം പറഞ്ഞ് നിർത്തുന്നു. ആ നരകത്തിലേക്ക് കടന്ന മനുഷ്യൻ നരകം കാക്കുന്ന മലക്കിനെ വിളിക്കുകയാണ്. മലക്കേ, ഒന്ന് കുടിക്കാൻ തരുമോ? ഒന്ന് കുടിക്കാൻ തരുമോ? നരകം കാക്കുന്ന മലക്കിന് നരകാവകാശികൾ വിളിക്കുകയാണ്. മലക്ക് കൂട്ടാക്കുന്നില്ല. നരകത്തിൽ വന്നിട്ട് 1000 കൊല്ലം കഴിഞ്ഞു. 1000 കൊല്ലം കഴിഞ്ഞു. 1000 ദുനിയാവിന്റെ 1000 കൊല്ലത്തിന് സമാനമായി നരകത്തിൽ വന്നിട്ട് ഉരുകിയിട്ട് 1000 കൊല്ലം കഴിഞ്ഞപ്പോ മലക്ക് ചോദിക്കുന്നു, അല്ല മനുഷ്യരെ, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചത്? അപ്പോഴാണ് നരകക്കാര് പറയുന്നു, ഓ മലക്കുകളെ, സഹിക്കാൻ വയ്യ. എന്തെങ്കിലും കുടിക്കാൻ വേണോ? എന്തെങ്കിലും കുടിക്കാൻ വേണം, സഹിക്കാൻ പറ്റുന്നില്ല. 1000 കൊല്ലമായി വിളിക്കാൻ തുടങ്ങിയിട്ട് 1000 കൊല്ലം കഴിഞ്ഞപ്പോ മലക്കിന്റെ മറുപടി, എന്തിനാ വിളിക്കുന്നത്? കുടിക്കാൻ വേണോ? അപ്പോഴാണ് മലക്ക് കുടിക്കാൻ കൊണ്ടു കൊടുക്കുന്നത് എന്താണ്? അതും ഖുർആൻ പറഞ്ഞു, മാഉൽ ഹമീം. മാഉൽ ഹമീം എന്ന് പറയുന്ന വെള്ളം, ആ വെള്ളം ഏതാണ്? ഇമാമിങ്ങൾ പറയാണ്, നരകത്തിന്റെ 70 ഇരട്ടി ചൂടുള്ള നരകത്തിൽ തിളപ്പിച്ച വെള്ളം 1. 2, നരകാവകാശികൾ നരകത്തിൽ വെന്തുരുകിയ ആ വേസ്റ്റ് വെള്ളോ അല്ല. 3ാമത്തെ അഭിപ്രായം, നരകത്തിൽ വ്യഭിചാരികളായ ആണും പെണ്ണുമില്ലേ, അവർ ഔറത്തിൽ നിന്ന് പുറത്തേക്ക് പോയ ചീഞ്ഞു നാറുന്ന ദുർഗന്ധമടിക്കുന്ന വെള്ളം മാഉൽ ഹമീമിന് ഒരു കോപ്പയിൽ ഇങ്ങനെ കുടിക്കാൻ കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഖുർആൻ സൂറത്തു വാഖിയയിൽ അല്ലാഹ് പറയാണ്, ആ വെള്ളം ഇങ്ങനെ കുടിക്കാൻ വേണ്ടി കൊടുത്തു. 1000 കൊല്ലമായില്ലേ നരകത്തിൽ വെന്തുരുകുന്ന ആ കോപ്പ ഇങ്ങനെ കുടിക്കാൻ വേണ്ടി അവരെ കയ്യിൽ കൊടുത്തിട്ട് അതെങ്ങനെ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അത് ചുണ്ടിലേക്ക് ഇങ്ങനെ അടുക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ നിന്ന് ആ ചൂട്, വെള്ളത്തിന്റെ ചൂടടിക്കുമ്പോ അവന്റെ ചുണ്ട് ഉരുകി താഴോട്ടുറ്റി വീഴുകയാണ്. തീയിലേക്ക് പ്ലാസ്റ്റിക് കാറ്റിയാൽ ഉരുകുന്നത് കണ്ടിട്ടില്ലേ? അപ്രകാരം അവന്റെ ചുണ്ട് ഉരുകുകയാണ്, ചുണ്ട് താഴോട്ടുറ്റുകയാണ്. എത്ര ഊറ്റിയാലും കുടിക്കാതിരിക്കാൻ പറ്റൂല. ദാഹിച്ച് വടക്കുന്ന ഒട്ടകം ഊർത്തു കുടിക്കുന്നത് പോലെ, ദാഹിച്ച് പടപടക്കുന്ന ഒട്ടകങ്ങള് ഊർത്തു കുടിക്കുന്നത് പോലെ ഇവര് മാഉൽ ഹമീം എന്ന് പറയുന്ന വെള്ളം
വെള്ളത്തിനെ ഊർത്തു കുടിക്കുകയാ. അതിങ്ങ് ചുണ്ടിലേക്ക് വെക്കുമ്പോ ചുണ്ടുരുകി, നാവിലേക്ക് കൊള്ളുമ്പോ നാവുരുകി, തൊണ്ട ഉരുകി, അതിങ്ങനെ ഇറങ്ങുമ്പോ നെഞ്ചുരുകി, വയറു ഉരുകി, പിന്തുവാരത്തിലൂടെ ഉരുകി 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 താഴോട്ടുറ്റുകയാ. മൗലമീമ കുടിക്കാൻ കഴിയുന്നില്ല. ഒറ്റ കാര്യം പറയട്ടെ, സഹീഹുൽ ബുഖാരിയിൽ ബാബു കിതാബിൽ ഈമാൻ എന്ന അധ്യായത്തിൽ ഒരു ഹദീസ് കൊണ്ടുവച്ചത് കാണാം. നരകാവകാശികൾ നരകത്തിരങ്ങ് കടന്നപ്പോ അല്ലാഹ് മലക്കിനെ വിളിച്ചിട്ട് പറയാണ്, മലക്കുകളെ, ഒരു കടുകിന്റെ അത്ര ഈമാനുള്ളവർ നരകത്തിലുണ്ടോ? അവരെ പുറപ്പെടിച്ചൊന്ന് സ്വർഗത്തിൽ കടത്തണം. ഒരു കടുകിന്റെ അത്ര ഈമാൻ കൽബിലുള്ളവർ നരകത്തിലുണ്ടോ? അവരെ നരകത്തിൽ നിന്ന് പുറപ്പെടിച്ച് അവരെ സ്വർഗത്തിൽ കടത്തണോ? അല്ലാഹുവിന്റെ ഓർഡറാണ്. മലക്കുകൾ പോയിട്ട് നരകത്തിന്റെ വക്കിൽ നിന്നിട്ട് പറയുന്നു, കടുകിന്റെ അത്ര ഈമാനുള്ളവര് ഉഖ്റുജോ, പുറപ്പെട്ടു വരൂ, പുറപ്പെട്ടു വരൂ. അവര് നരകത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് സ്വർഗത്തിലേക്ക് പോകുമ്പോ അല്ലാഹ് കറുത്ത് 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 കരിക്കട്ടയല്ല, അതിനേക്കാളും അപ്പുറം കറുത്ത് കറുത്ത് കറുത്തിട്ട് സ്വർഗത്തിലേക്ക് ഇങ്ങനെ ചെല്ലുമ്പോ സ്വർഗാവകാശികൾ ആരാറപ്പ കറുപ്പന്മാര് ഒന്നിങ്ങനെ നോക്കിയിട്ട് ചിരിച്ചുപോയി. ഇവരെ കറുപ്പ് കണ്ടിട്ട് ചിരിച്ചുപോയി. ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാമിങ്ങൾ പറയാം, ഇവരെ കണ്ടപ്പോ സ്വർഗക്കാരൊന്ന് ചിരിക്കാണ്ടിരിക്കൂല. കൊല്ലങ്ങളായി നരകത്തിൽ വെന്തുരുകയാണ്, വെറും കരിക്കട്ട. ഇവരിങ്ങനെ ചിരിക്കുമ്പോ സ്വർഗത്തിൽ പോകുന്നു. ആ നരകത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്ന ആൾക്കാരില്ലേ, അവര് പറയുന്നു, യാ റബ്ബി, യാ അല്ലാഹ്, ഞങ്ങൾക്ക് സ്വർഗം വേണ്ട, നരകം മതി, ഞങ്ങൾക്ക് സ്വർഗം വേണ്ട. ഈ കറുകറുത്ത കരിക്കട്ട പോലത്തെ ഞങ്ങൾക്ക് ആ സുന്ദരന്മാരുടെ ചിരി സഹിക്കാൻ കഴിയൂല. അവര് ഞങ്ങളെ കാണുമ്പോ ചിരിക്കുന്നു, ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയൂല. ഞങ്ങൾക്ക് നരകം മതി പടച്ചോനെ, നരകത്തിന് പോയിക്കോളാ. അപ്പോഴാണ് റബ്ബുൽ ഇസ്സത്ത് മലക്കുകളോട് പറയുന്നത്, മൗൽ ഹയാ എന്ന് പറയുന്നൊരു വെള്ളമുണ്ട്, ആ വെള്ളത്തിലൊന്ന് അവരെ മുക്കിക്കോ. ആ കരിക്കട്ട പോലത്തെ മനുഷ്യന്മാരെ മൗൽ ഹയാ എന്ന വെള്ളത്തിൽ മുക്കിയപ്പോ ഇമാം ബുഖാരി തങ്ങൾ പറയുന്നു, ഇപ്പൊ മുളച്ച ചെടി പോലെ നല്ല ഫ്രഷാട്, നല്ല ചെടികളെ പോലെ സുന്ദരന്മാരായിട്ട് അവരങ്ങ് സ്വർഗത്തിൽ കിടക്കുന്നു. ഞാൻ എന്തിനാണിത് പറഞ്ഞത്? കുറച്ചു കാലം നരകത്തിൽ കിടന്നിട്ട് സ്വർഗത്തിൽ പോകുമ്പോ ആ കരിക്കട്ട പോലത്തെ മനുഷ്യന്മാരെ സ്വർഗക്കാര് കണ്ടപ്പോ ചിരിച്ചപ്പോ അവര് തിരിച്ചു വന്നിട്ട് അള്ളാഹിനോട് പറഞ്ഞു, പഠിച്ചോനെ, ഞങ്ങൾക്ക് ചിരി സഹിക്കാൻ പറ്റൂല, ഞങ്ങൾക്ക് നരകം മതി. എന്നാ പിന്നെ നരകത്തിൽ കാലകാലം താമസിക്കുന്നവന്റെ കഥ പറയേണ്ടതില്ലല്ലോ. ഞാൻ എന്റെ വാല് കേൾക്കുന്ന പള്ളത്തൂരിലെ പരിസരത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളോടും ഇവിടെ കൂടിയ ഉമ്മമാരോടും എല്ലാവരോടും വന്യരായ തങ്ങൾ ഇരിക്കുന്ന ഈ വേദിയിൽ ഓർമ്മപ്പെടുത്തുന്നു, നരകത്തിനെ തൊട്ട് കാത്തു സൂക്ഷിക്കണം. ഒരു കാരക്കന്റെ കഷ്ടമെങ്കിലും സദഖ കൊടുത്തിട്ട് നരകത്തിനെ കാത്തോളി. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മുഅ്മിനീങ്ങളെ എപ്പോഴും നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കണോ? അത് ചോദിക്കാനാണ് മുഅ്മിനീങ്ങളോട് അല്ലാഹ് പറഞ്ഞില്ലേ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ ഇരിക്കണം, കാല് തെറ്റിക്കരുത്, മാറിയിരിക്കരുത്. സലാം വീട്ടി അതേ സ്ഥലത്ത് ഇരുന്നിട്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു ഹി വയമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഒരു 10 പ്രാവശ്യം പറയണം സുബ്ഹി നിസ്കാരത്തിന്റെ പിറകെ. എന്നിട്ട് പറയണം, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. പടച്ചോനെ, നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്.
ഒരു 7 വട്ടം സുബഹി നിസ്കാരത്തിന്റെ പുറകെ അതേ ദിക്റ് മാരി നിസ്കാരം കഴിഞ്ഞ് ഒരു 10 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വയമീതുഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ 10 എണ്ണം. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ അജിർനി മിനന്നാർ ഒരു 7 വട്ടം അതേ സുബഹിന്റെ പുറകെ മഗ്രിബിന്റെ പുറകെ ചൊല്ലിയാൽ നരകത്തിൽ നിന്ന് കാവലുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. സലാം വീട്ടി ഓടിപ്പോകുന്നതിന് പകരം ഈ ദിക്റ് ചൊല്ലണം. അതുപോലെ വെള്ളിയാഴ്ച ജുമുഅക്ക് വന്നാൽ വല്യരായ ഖതീബ് ഉസ്താദിന്റെ ഖുതുബ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ആ ഖുതുബ ഇങ്ങനെ ദ്വാരക്കുമ്പോ അവസാനം എത്തുമ്പോൾ ദ്വാരക്കുന്നത് കേട്ടിട്ടില്ലേ? അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നരകത്തിനെ തൊട്ട് കാക്കണേ പടച്ചോനെ. എപ്പോഴും നരകത്തിൽ നിന്ന് കാവല് ചോദിച്ചിട്ട് സ്വർഗം ചോദിച്ചിട്ട് വിജയികളാകാൻ എപ്പോഴും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് സ്വാലിഹായ അമലുകൾ ചെയ്തു. ഓ സഹോദരിമാരെ, സ്വലാത്ത് മറക്കല്ല, മുത്തുനബിനെ മറക്കല്ല, മുത്തുനബിനെ മറക്കല്ല, മുത്തുനബിയെ മറക്കല്ല. ദിവസത്തിൽ ഒരു 100 സ്വലാത്ത് മറക്കല്ല, വെള്ളിയാഴ്ച ഒരു 300 സ്വലാത്ത് മറക്കല്ല. ഉമ്മമാരെ, തിങ്കളാഴ്ച രാത്രി വരുമ്പോ വീട്ടിൽ ബുർദ പാടാൻ മറക്കണ്ട, വെള്ളിയാഴ്ച ഒരു മങ്കൂസ് ഓതാൻ മറക്കണ്ട. മുത്തുനബിനെ മറന്നോ നീ കുടുങ്ങിപ്പോയി, മുത്തുനബിനെ കൈവിട്ടോ കുടുങ്ങിപ്പോയി. മുത്തുനബിയെ മറക്കാതെ സ്വലാത്ത് ചൊല്ലി നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അവിടുത്തെ പേരമക്കളാകുന്ന അഹ്ലുൽ ബൈത്ത് വന്യരായ സയ്യിദന്മാർ വലിയ പവറുള്ളവരാണ്. അവർ റസൂലുള്ളാഹിന്റെ പേരമക്കളാണ്, അവർ റസൂലുള്ളാഹിന്റെ മുത്തുമണികളാണ്. അഹ്ലുൽ ബൈത്തിനെ സ്നേഹിച്ച് ആലിമീങ്ങളെ സ്നേഹിച്ച് നല്ലവരായി ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങളെ സരസിനെ ഖബൂൽ ചെയ്യണം റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുആക്ക് ഇജാബത്ത് നൽകണം റഹ്മാനെ, അല്ലാഹ് നീ ദുആക്ക് ഇജാബത്ത് നൽകണം റഹ്മാനെ. ഞങ്ങളെ നേതൃത്വമാകുന്ന, ഞങ്ങൾ എപ്പോഴും വല്ലാതെ സ്നേഹിക്കുന്ന വന്യരായ കണ്ണവം തങ്ങൾ പടച്ചോനെ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. കാലിന് ചെറിയൊരു വേദന മാസത്തോളമായി, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അത് നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ക്ഷീണങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പൂക്കുഞ്ഞ് തങ്ങൾ ചെറിയൊരു കണ്ണ് ഓപ്പറേഷൻ നടന്ന് വിശ്രമത്തിലാണ്, നീ ആഫിയത്താക്കണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. പടച്ചോനെ, മൗത്തായി പോയ ഞങ്ങളെ ഉപ്പമാർക്ക് ഉമ്മമാർക്ക് ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖബറാളികൾക്ക് എല്ലാം നീ പൊറുക്കണം റഹ്മാനെ. ഖബറിൽ സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെല്ലാവരുടെയും ആഖിബത്ത് നന്നാക്കണേ റഹ്മാനെ. അവസാനം ആഖിബത്ത് നന്നാക്കണമല്ലോ, ആഖിബത്ത് നന്നാക്കണമല്ലോ. മുത്തുനബിന്റെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നീ സ്വർഗം നൽകണേ റഹ്മാനേ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ ദുആ ചെയ്യും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.